പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. ശ്രവണം കീർത്തനം വിഷ്ണോഃ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഈ ശ്രവണം ചെയ്യുന്നതൊക്കെ സ്മരണത്തിന് വേണ്ടിയാണല്ലോ. സ്മരണം എതുവരയ്ക്കും വേണം? അന്തകാലയിച്ച്. നമുക്ക് വിഷയം ഇപ്പോ അന്തകാലാണ്. നിശ്വാസേ നഹി വിശ്വാസ എന്ന് പറയും. പുറത്തുപോയ പ്രാണൻ അകത്തേക്ക് തിരിച്ചു വരുമോ എന്ന് പറയാൻ വയ്യ. വായു പുറത്തേക്ക് പോയത് അകത്തേക്ക് എടുക്കുമോ എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് അന്തകാലത്തില് എന്ത് സ്മരിക്കുന്നുവോ ആ ഭാവത്തില് ഐക്യമാവും എന്നാണ് ഇന്നലെ നമ്മള് കണ്ട വിഷയം. അന്തകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യഃ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തെ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിതഃ. ജീവിതത്തില് മുഴുവനും അനുസന്ധാനം ചെയ്യുന്ന ഏറ്റവും പ്രബലമായ വിഷയം അന്തകാലത്തില് വരും. കാലം എന്ന് പറയുന്നത് തന്നെ എന്താ? ടൈം. ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? സ്ഥൂലമായ കാലയളവ് പറയുകയാണെങ്കിൽ രാത്രി പകല്, അതേ പറയാൻ പറ്റും. സ്ഥൂലമായ കാലയളവ് നമുക്ക് സ്ഥൂലമായി ഒരു വാച്ച് ഇല്ലാതെ, ഒരു ആർട്ടിഫിഷ്യൽ മെക്കാനിസം ഇല്ലാതെ അറിയുന്ന സ്ഥൂലമായ കാലയളവാണ് രാത്രി പകല്. അഹോരാത്രവിദോ ജനാഹ എന്ന് ഭഗവാൻ ഇനി പറയാൻ പോണു ഈ അധ്യായത്തിൽ. അഹോരാത്രവിദോ ജനാഹ, രാത്രിയും പകലും അറിയണവര്. ബാക്കിയൊക്കെ ആർട്ടിഫിഷ്യൽ ടൈമാണ്. ടൈം ബൈ വാച്ച്, ടൈം ബൈ ക്ലോക്ക്. ആ രാത്രിയും പകലും സൂര്യനെ വെച്ചുകൊണ്ടാണ്. പിന്നെ ടൈം എന്ന് വെച്ചാൽ വേറെ എന്ത് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും? നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്, അല്ലേ? എന്താ ടൈം? കാലം എന്താണ്? വാട്ട് ഈസ് ടൈം? ഒറിജിനലായിട്ട് എന്തെങ്കിലും ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലുമൊക്കെ? പറയൂ നോക്കട്ടെ. നിങ്ങളുടേതായ ഒരു ഡെഫിനിഷൻ വേണം. ടൈം എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇങ്ങനെ ഇരുന്നു, ടൈം എന്നെ എങ്ങനെ ബാധിക്കും? അനങ്ങാതെ ഞാൻ ഇവിടെ ഇരുന്നു എന്ന് വെച്ചോളൂ, ഒന്നും ചെയ്യുന്നില്ല. ടൈം, കാലം എന്ന് പറയുന്ന സാധനം എന്നെ എന്ത് ചെയ്യും? അഥവാ കാലത്തിനെ ഇപ്പൊ കൊതുക് കടിച്ചാൽ എനിക്ക് അറിയും, അല്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോ കൊതുക് കടിച്ചാൽ എനിക്കറിയും. അതുപോലെ കാലം കടിക്കുമോ?
Time? Difference or space? Is there time between two thoughts? സ്പേസില് ആ സ്പേസിൽ മാത്രം നിന്ന ടൈം ഉണ്ടോ? തോട്ടിലാണോ ടൈം സ്പേസിലാണോ? അദ്ദേഹം പറയണത് രണ്ട് ചിത്തവൃത്തികൾക്ക് നടുവിലുള്ള സ്പേസ് ആണ് ടൈം എന്നാണ്. എന്റെ ചോദ്യം, ആ സ്പേസ് ആണോ ടൈം, തോട്ട്സ് ആണോ? തോട്ട്സ് ആണെങ്കിൽ സ്പേസ് ആയിക്കൂടെ? പ്രകൃതിയൊന്നും അല്ല ഇവിടെ. ഇപ്പൊ നമുക്ക് നമ്മളാണ് വിഷയം, പ്രകൃതിയൊന്നുമില്ല. പ്രകൃതിയൊക്കെ വാക്കാണ്, വെറും വാക്കാണ്. നമ്മളിപ്പോ വളരെ അടുത്തു വന്നു, അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് വളരെ അടുത്തു വന്നു. ഒരേ ചോദ്യമാണ്, സ്പേസ് ആണോ ടൈം, തോട്ട്സ് ആണോ? വളരെ എളുപ്പത്തിൽ അദ്ദേഹം അടുത്തു കൊണ്ടുവന്ന് തന്നു. സ്പേസ് ആണോ തോട്ടാണോ എന്നാ ചോദിക്കണം. നിങ്ങൾ പറഞ്ഞു തോട്ടാണെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് സ്പേസ് ആയിക്കൂടാ എന്നാണ് ഇപ്പൊ എന്റെ ചോദ്യം. അത് വെച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഉള്ളില് തൈര് കടഞ്ഞ് പാലില് ഒറയൊഴിച്ചിട്ട് ഇരിക്കണ പോലെ ഇരിക്കണം ഉള്ളിൽ, തൈര് കൂടാനായിട്ട്. വെറുതെ ബുദ്ധിയില് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ചിത്തവൃത്തികൾ ഉണ്ടാകുമ്പോഴേ ടൈമുള്ളൂ. ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ, തോട്ട്സ് ഇല്ലെങ്കിൽ, there is no time. You will not be conscious of time at all. സുഷുപ്തിയില് ആർക്കെങ്കിലും ടൈം അറിയണ്ടോ? സ്പേസിലാണ് ടൈം ഉള്ളതെങ്കിൽ സുഷുപ്തിയിൽ ടൈം അറിയണം അല്ലേ? സുഷുപ്തിയില് ടൈം അറിയണില്ല. ഇപ്പൊ കിടന്നതേ ഉള്ളൂ, അപ്പോഴേക്കും സമയമായി. ആനന്ദമായിട്ടിരിക്കുമ്പോൾ ടൈം അറിയില്ല. ധാരാളം തോട്ട്സ് വരുമ്പോൾ കൂടുതൽ ടൈം അറിയും. ബോറടിക്കണു എന്ന് പറയുമ്പോൾ ധാരാളം തോട്ട്സ് ഉണ്ട് എന്നാണ് അർത്ഥം. വിരസമാവുമ്പോ ധാരാളം ചിത്തവൃത്തികളുണ്ട് എന്നാണ് അർത്ഥം. ചിത്തവൃത്തികളാണ് ടൈമിനെ ഉണ്ടാക്കണത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഭൂതകാലം, വർത്തമാനകാലം, ഭവിഷ്യത് കാലം. അന്ധകാലം എന്നിപ്പോ നമ്മളൊന്ന് പറഞ്ഞു. അന്ധകാലം എപ്പോ വരും? ഇപ്പോഴാണ്. ഇപ്പോ കാലം ഒന്നേ ഉള്ളൂ. അന്ധകാലം എന്ന എപ്പോഴോ ഒരു കാലത്തിനെ ഇമാജിൻ ചെയ്യാനല്ല. കാലം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ ടൈമിനെ അനുഭവ രൂപത്തിൽ. ഇനിയിപ്പോ വേറെ ഒന്ന് ചോദിക്കാം. ഇപ്പൊ തോട്ട്സ് ആണ് ടൈം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണോ പറഞ്ഞത് നമ്മള്? തോട്ട്സ് ആണ് ടൈം എന്ന് പറഞ്ഞു. ശരി. പാസ്റ്റ് എന്ന് പറയണത്, പ്രസന്റ് എന്ന് പറയണത്, ഫ്യൂച്ചർ എന്ന് പറയണത്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ടൈം ഇനിയും നമ്മൾ നിരൂപണം ചെയ്തിട്ടില്ല. തോട്ട്സ് ആണോ സ്പേസ് ആണോ എന്ന് ഇനിയും നിരൂപണം ചെയ്തിട്ടില്ല. തോട്ട്സ് ആണെന്ന് ഒരു പക്ഷം പറഞ്ഞു, സ്പേസ് ആണെന്ന് വേറെ ഒരു പക്ഷം പറഞ്ഞു. ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ അല്ലേ? ഇന്നലെ എന്ന് വെച്ചോളൂ. ഇപ്പുണ്ടോ? ഇന്നലെയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? പിന്നെ ഇന്നലെ എന്ന് പറയുന്നത് എന്താ? കുറെ തോട്ട്സ്, ഓർമ്മകൾ മാത്രമാണ് ഇന്നലെ എന്ന് പറയുന്നത്. ഇന്നലെ നടന്ന ടോക്ക്, ഇറ്റ്സ് ഓൺലി മെമ്മറി അല്ലേ?
സോ ഇന്നലെ എന്നുള്ള ആ ടൈമിനെ, പാസ്റ്റിനെ, സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഒരു മാജിക് കൊണ്ട് അനുഭവിച്ചു എന്ന് വെച്ചോളൂ. ഇപ്പോ അത് ഇന്നലെ ആവുമോ? ഇപ്പൊ ആവും അല്ലെ? അപ്പൊ അതിന് ഇന്നലെ എന്ന് പറയാൻ വയ്യ. സോ ഇന്നലെ എന്ന് പറയണത് ഡെഡ് ടൈമാണ്. The time which you can never experience is past. അല്ലേ? അതിനെയാണ് തോട്ട്സ് എന്ന് പറയുന്നത്. നാളെ അനുഭവിക്കാൻ പറ്റുമോ? നാളെ അനുഭവിക്കാൻ പറ്റില്ല. അന്തകാലം ഇപ്പൊ അനുഭവിക്കാൻ പറ്റില്ല. നാളെ അനുഭവിക്കാൻ പറ്റില്ല. അതെന്താ? ഇമാജിനറി ടൈമാണ്, ഭാവനാത്മകമായ കാലമാണ്, അനുഭവത്തിലില്ല. പിന്നെ അനുഭവത്തിൽ എന്താ ഉള്ളത്? ഇന്ന് രാവിലെ ഉണ്ടോ? ഇല്ല. ഇന്ന് രാത്രി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ മാത്രമേ അനുഭവത്തിലുള്ളൂ അല്ലേ? അപ്പൊ ടൈം ആസ് പ്രസന്റ് അലോൺ ഈസ് റിയൽ എക്സ്പീരിയൻസ്. അനുഭവത്തില് ഇപ്പോ എന്നുള്ളതേ ഉള്ളൂ. ഈ ഇപ്പോ എന്നുള്ള ഈ അനുഭവം ഉണ്ടല്ലോ, അത് തോട്ടാണോ സ്പേസ് ആണോ? ഇപ്പോ എന്ന് പറയുന്ന അനുഭവം വെറും ചിത്തവൃത്തിയാണോ അല്ല പ്രബലമായ അനുഭവമാണോ? അനുഭവമാണ്. അപ്പോ ടൈം സ്പേസ് ആണോ തോട്ടാണോ? മുഴുവൻ മറിഞ്ഞിങ്ങോട്ട് വന്നു അല്ലേ? അപ്പൊ ടൈം ഈസ് നോട്ട് തോട്ട്, ടൈം ഈസ് കോൺഷ്യസ്നെസ്, experience. So time as now is self. അല്ലേ? ടൈം എന്ന് പറയണത്, ഇപ്പോ എന്ന് പറയണത് ഞാനാണ്, എന്റെ ഇരുപ്പാണ്, ഉണർവാണ്, അവബോധമാണ്. ഇനിയിപ്പോ ആ അവബോധത്തില് പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല. പ്രതിബോധവിദിതം മതം എന്നാണ് ഉപനിഷത്ത് പറയണത്. ബോധം ബോധം പ്രതിവിദിതം. മൊമെന്റ് ബൈ experience, awareness, every moment. അതില് തോട്ട്സ് വരുമ്പോ പാസ്റ്റും ഫ്യൂച്ചർ ഉണ്ടാവും. തോട്ട്സ് ഇല്ലാത്ത, ചിത്തവൃത്തികളില്ലാത്ത അനുഭവം വർത്തമാനകാലാണ്. ആ വർത്തമാനകാലത്തിനെ ടൈം എന്ന് പറയാവോ? അതിന് ആദിയില്ല, അന്തമില്ല, നെക്സ്റ്റ് മൊമെന്റ് ഇല്ല, അതിനെ അടുത്ത ക്ഷണത്തിലേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല. എപ്പോഴും ഉണ്ട് 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 ഉണ്ട്. അതിൽ ചിത്തവൃത്തി വരുമ്പോ അത് പാസ്റ്റായി, ഭൂതകാലമായി. എപ്പോഴും ഉള്ളതായ വസ്തു അത് ഭഗവത് സ്വരൂപമാണ്. കാല കലയതാം അഹം എന്ന് ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ പറയാമോ? ഞാൻ കാലമാണ് എന്നാണ്. ഞാൻ ടൈമാണ്, ഞാൻ കാലമാണ്. ഇപ്പോ ഇവിടെ ഭഗവാനുണ്ട്. നമ്മളിപ്പോ കണ്ടത് ഭഗവത് സ്വരൂപത്തിനെയാണ്, ടൈമിനെയല്ല. ആ ഭഗവത് സ്വരൂപത്തിൽ തോട്ട്സ് വരുമ്പോഴാണ് സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, രാവ്, പകല്, മാസം, വർഷം ഒക്കെ ഉണ്ട് അവിടത്തെ.
ഈ കാലത്തിനെ അറിയാമെങ്കിൽ, ഇപ്പൊ പറഞ്ഞ രീതിയിൽ കാലത്തിനെ അറിയാമെങ്കിൽ, കാലത്തിന്റെ തന്നെ സ്വരൂപത്തിനെ ഭഗവത് സ്വരൂപമെന്ന് അറിയാമെങ്കിൽ, മനസ്സിലായോ? ഭഗവാൻ വെളിയിലൊരു വസ്തുവല്ല, ഭഗവാൻ ഒരു ചിത്തവൃത്തിയല്ല. ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ സ്മരണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഭഗവാൻ ഒരു ചിത്തവൃത്തിജന്യ സ്മൃതിയല്ല. ചിത്തവൃത്തിജന്യ സ്മൃതിയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ചിത്തവൃത്തിക്ക് നടുപ്പിൽ ഭഗവാൻ ഉണ്ടാവില്ല. കുഴപ്പം മനസ്സിലാവുണ്ടോ? ചിത്തവൃത്തിയാണ് നമ്മളുടെ ഭഗവാനെങ്കിൽ, ഇപ്പൊ രാമ 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 രാമ, ആ രാമ എന്നുള്ള അക്ഷരമാണ് ഭഗവാനെങ്കിൽ, ഒരു രാമാവനും മറ്റൊരു രാമാവനും നടുവില് ഭഗവാനില്ല. ഒരു ക്ഷണം മതി മരണത്തിന്. അതല്ല, ആ ചിത്തവൃത്തി എന്തോ വരട്ടെ, ഈ ചിത്തവൃത്തി ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഇടം, ആ ഇടമാണ് നമ്മളിപ്പോ പറഞ്ഞത് സ്പേസ് എന്നും ഉണർവെന്നും ആത്മാ എന്നും കാലത്തിന്റെ ഉണ്മയായ സ്വരൂപമെന്നും ഒക്കെ പറഞ്ഞത്. ആ കാലത്തിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞവൻ എങ്ങനെ അറിഞ്ഞു? അത് തന്നെ നാരായണ സ്വരൂപം എന്ന് അറിഞ്ഞു. അതിൽ ചിത്തവൃത്തികൾ വരുമ്പോൾ നാരായണനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചിത്തവൃത്തി. ആകാശത്തിൽ മേഘങ്ങൾ വരുമ്പോ ആകാശത്തിനെ മറയ്ക്കുന്ന പോലെ, വാസ്തവത്തിൽ ആകാശത്തിനെ മേഘത്തിന് മറയ്ക്കാൻ പറ്റുമോ? മേഘം നിൽക്കുന്നത് ആകാശത്തിലാണ്, മേഘത്തിന്റെ ഉള്ളിൽ മുഴുവൻ ആകാശം നിറഞ്ഞു നിൽക്കണു. അതുപോലെ ഉള്ളിൽ എന്തൊക്കെ തോട്ട്സ് വന്നാലും ആ തോട്ട്സിന്റെ ഉള്ളിലൊക്കെ ഉള്ള നിറഞ്ഞു നിൽക്കുന്നത് ബോധമാണ്. കടലിന്റെ ഉള്ളിൽ വരുന്ന കുമിള പോലെ ഈ ഉണർവില് അവബോധത്തിൽ ചിത്തവൃത്തികൾ ഉദിക്കുന്നു, നിൽക്കുന്നു, അസ്തമിക്കുന്നു. എന്തൊക്കെ തന്നെ ഉദിക്കട്ടെ, നിൽക്കട്ടെ, അസ്തമിക്കട്ടെ, അവിടെ ഒന്നും കൂടുന്നില്ല, കുറയുന്നില്ല. ആ ഇരുപ്പ്, ആ ഉണർവ്, ആ അവബോധത്തിനെ, ആ കാലത്തിന്റെ വാസ്തവമായ സ്വരൂപത്തിനെ, സംവിത്തിനെ, ടൈമിന് ശാസ്ത്രം ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത് ഖണ്ഡസംവിത്ത് എന്നാണ്. സംവിത്ത് ഖണ്ഡിക്കപ്പെടുമ്പോഴാണ് കാലം ഉണ്ടാവണത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. സംവിത്ത് എന്ന് വെച്ചാൽ ബോധം. ബോധത്തിൽ തോട്ട്സ് വരുമ്പോ ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ ഖണ്ഡിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഖണ്ഡിക്കപ്പെടുന്നൊന്നുമില്ല. സംവിത്തിനെ എങ്ങനെ ഖണ്ഡിക്കാൻ പറ്റും? എങ്കിലും ഖണ്ഡിച്ച പോലെ ഒരു പ്രതീതി ഉണ്ടാക്കണം. അത് ഖണ്ഡിക്കപ്പെടുന്നില്ലെന്നും സംവിത്താണ് എപ്പോഴും ഉള്ളതെന്നും അറിഞ്ഞു കഴിഞ്ഞവന്, കാലം തന്നെ നാരായണ സ്വരൂപമായവന് സദാ സ്മരണമാണ്. ഭഗവാനെ വിട്ട് നമ്മൾ പിരിയണില്ല, നമ്മളെ വിട്ട് ഭഗവാൻ പിരിയണില്ല. ഭഗവാനിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മനസ്സ് ഉദിക്കുന്നതും നിൽക്കുന്നതും അസ്തമിക്കുന്നതും ഭഗവാനിലാണ്. തോട്ട്സ് ഒക്കെ തന്നെ, എന്ത് തോട്ട് വേണമെങ്കിൽ ആവട്ടെ, എന്ത് ചിത്തവൃത്തി വേണമെങ്കിലും ആവട്ടെ, ആ ചിത്തവൃത്തി എവിടെ കടലിൽ നിന്ന് കുമിള പൊന്തുന്ന പോലെ പൊന്തുന്നു, അസ്തമിക്കുന്നു. ഉപനിഷത്ത് തന്നെ പറയണത് അഗ്നിയിൽ സ്ഫുലിംഗം പോലെയെന്ന്. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തെ സരൂപാഃ തഥാക്ഷരാത് സൗമ്യഭാവാഃ പ്രജായന്തെ തത്ര ചൈവാപി യന്തി. നല്ലവണ്ണം ജ്വലിപ്പിച്ച അഗ്നികുണ്ഡത്തില് സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുന്ന പോലെ അന്തര്യാമിയിൽ നിന്നും അനേക ഭാവങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ആ അന്തര്യാമിയെ, ആത്മാവിനെ നിത്യനിരന്തരമുള്ള വസ്തുവായിട്ട്, അഴിവില്ലാത്ത വസ്തുവായിട്ട് ഉണർന്നു കഴിഞ്ഞവൻ, കേവലം ഇരുപ്പ് മാത്രം. ഞാൻ ഉണ്ട്. ആ ഉണ്ട് എന്നുള്ളത് അതിൽ ഞാൻ പോലും ഉദിച്ചു നിന്ന് അസ്തമിക്കുന്നു. ഉണ്ട്
അല്ലെ? എപ്പോഴും ഉള്ളത് ആ ഉണ്ട്, ഉണ്മയാണ്. സുഷുപ്തിയിൽ ഉണ്മ. ഇപ്പൊ നമ്മൾ ഇരിക്കണു, ആ ഉണ്മ, നമ്മളുടെ എക്സിസ്റ്റൻസ്, അത് തന്നെ ഭഗവത് സ്വരൂപമാണ്. ആ ഇരുപ്പ് തന്നെ ഭഗവത് സ്വരൂപമാണ്. ആ ഇരുപ്പിനെ ശ്രദ്ധിക്കാനാണ് ഈ ശ്രവണം മുഴുവനും. കേട്ടുകൊണ്ടേയിരിക്കുമ്പോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശ്രദ്ധ ആ കേവലമായ ഇരുപ്പ്, അവബോധം, ആ ജ്ഞപ്തിയിലേക്ക് തിരിഞ്ഞാൽ ആ ക്ഷണം മുതൽക്ക് മഹാലാഭം, നിജലാഭതുഷ്ട, വലിയ ലാഭമാണ്. നമ്മൾ തന്നെ സമുദ്രമാണ്, കടലാണ്, കുമിളയല്ല. അഖണ്ഡമായ വസ്തു, പൂർണ്ണ വസ്തു. ആ പൂർണ്ണ വസ്തുവാണ് ഇവിടെ അനുസ്യൂതം അനുഭവസ്വരൂപമായിട്ടിരിക്കുന്നത്. കേവലാനുഭവസ്വരൂപ എന്ന് പറഞ്ഞു. ആ അനുഭവത്തിനെ കാലമാക്കി മാറ്റി ഇപ്പോഴത്തെ കാലം, അന്തകാലം, വരാൻ പോണ കാലം ഒക്കെ മാറ്റണത് ചിത്തവൃത്തികളാണ്. കാലം ഒന്നേ ഉള്ളൂ, ഇപ്പോ. അപ്പൊ ഇപ്പോ 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 എന്ന് ശ്രദ്ധിച്ചാൽ എപ്പോഴും ആയി. 1 കോടി രൂപ 1 പൈസ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്, അല്ലേ? 1 കോടി രൂപ എന്ന് പറയണത് 1 പൈസ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. 1 പൈസ 1 പൈസ 1 പൈസയായിട്ട് ശ്രദ്ധിച്ചാൽ മതി, 1 കോടി രൂപ നിന്നോളും. അതുപോലെ ഈ ക്ഷണം ഈ ക്ഷണം ഈ ക്ഷണം ഉണർവോടെ ഇരുന്നാൽ അന്ധകാലത്തിനെ കുറിച്ച് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാലം ഉണ്ടാവാതെ നോക്കുക, റിമെയിൻ ടൈംലെസ്. അതാണ് എന്നെ എപ്പോഴും സ്മരിക്കൂ, എന്നെ സ്മരിക്കൂ എന്ന് ഭഗവാൻ പറയാൻ. ടൈംലെസ് ആയിട്ടിരുന്നാൽ എന്നുവെച്ചാൽ പാസ്റ്റും ഫ്യൂച്ചറും ഇല്ലാതിരിക്കുമെങ്കിൽ, പ്രസന്റ് മൊമെന്റ് നിൽക്കുകയാണെങ്കിൽ, പ്രസന്റ് മൊമെന്റ് എന്നൊരു കാലമില്ല, അത് ഭഗവത് സ്വരൂപമാണ്. അതാണ് മാമേവ സ്മരന് എന്ന് പറഞ്ഞത്. മാം എന്ന് പറയാൻ കാരണം ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ലാത്ത ബോധത്തിൽ നിന്നുകൊണ്ടാണ് കൃഷ്ണൻ എന്നെ സ്മരിച്ചുകൊണ്ട് എന്ന് പറയണത്. കൃഷ്ണന്റെ രൂപമാണെങ്കിലും എത്ര നേരം സ്മരിക്കാൻ പറ്റും, അല്ലേ? കുറച്ചു നേരം ആ ഭാവസ്ഥിതിയിൽ പിന്നെ പോയി പോകും. കപില ഭഗവാൻ ഭാഗവതത്തിൽ പറയണ പിടിച്ചു നിർത്തിയാലും അവസാന രൂപം അറിഞ്ഞു പോകുന്നതാണ്. മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം. വിഷയമൊക്കെ പോയി, രൂപമൊക്കെ മറഞ്ഞുപോയി, ആത്മാ മാത്രം നിൽക്കും. ആത്മാവ് മാത്രം പ്രകാശിച്ചു നിൽക്കും. ആത്മാനമത്ര പുരുഷവും അവ്യവധാനമേകം അൻവീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ. അപ്പൊ ചിത്തവൃത്തികളൊക്കെ തന്നെ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോഴും ഒരു ഇടയില്ലാതെ അവിഛിന്നമായി തുടരുന്ന അക്ഷരപുരുഷൻ, ആ അക്ഷരപുരുഷനെ ഉണർന്ന് കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് പറയണമെന്നുള്ളതിലല്ല, ആരാ കേൾക്കണത്. വളരെ സിമ്പിളായ കാര്യം ആളുകൾ തലകുത്തി നിൽക്കുകയാണ് പിടികിട്ടാതെ. അതാണ് ആശ്ചര്യം. എന്തൊക്കെ മനസ്സിലാവണം നമുക്ക്. കമ്പ്യൂട്ടർ മനസ്സിലാവണം, ഇന്റർനെറ്റിൽ പോയി എന്തൊക്കെയോ തെരഞ്ഞ് കണ്ടുപിടിക്കണു. വളരെ സുലഭമായ സിമ്പിളായ വിഷയം നമ്മളുടെ തന്നെ ഇരുപ്പ്. ഒരു ക്ഷണനേരം പോലും നമ്മളെ വിട്ട് പിരിയാതെ ഇരിക്കുന്ന അനുഭവം ഞാനുണ്ട്. ഇപ്പൊ ലൈറ്റ് അണച്ചാൽ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാലും ഞാനുണ്ട് എന്ന അനുഭവമുണ്ട്. അതിന് ഒരു വിളക്ക് വേണ്ട, ആരും തൊട്ട് കാണിക്കണ്ട, നമ്മൾ ചിന്തിച്ചറിയേണ്ട ആവശ്യമില്ല, കണ്ണുകൊണ്ട് കാണണ്ട, കേൾക്കണ്ട, മണക്കണ്ട, ഒന്നും വേണ്ട. ഞാനുണ്ട് എന്ന അനുഭവമുണ്ട്. ആത്മാനുഭവം ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. ശരി, ഉണ്ടല്ലോ. ശ്രദ്ധയെ അതിലേക്ക് തിരിക്കൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊരു 100,000 ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ആരാണ് ചോദിച്ചാൽ അതിനും കുറെ ഉത്തരം പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അത് ഞാനാണ്, ഇന്നവനാണ്, അവനാണ്, ഇവനാണ്, ഈഗോ ആണ്, ആത്മാവാണ്, ബ്രഹ്മമാണ് ഒക്കെ പറയും. ചോദ്യം ചോദിക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ച ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക. ആരാണ് ഇതൊക്കെ അറിയണത്? ആരാ ഇത് കേൾക്കണത്?
ശ്രോത്രസ്യ ശ്രോത്രം. ഈ ചെവി മരിച്ചുപോയാൽ കേൾക്കുവോ? ഇല്ല. ഇപ്പൊ ആര് കേൾക്കണു? കണ്ണടച്ച് ഉള്ളിലേക്ക് അങ്ങട് നിയച്ച എന്ന് പറയാണ് ഭാഗവതം. ഉള്ളിലങ്ങട് ഇടിച്ചു താഴ്ത്തുമെന്നാണ്. ശ്രദ്ധയെ ഹൃദയത്തിൽ അങ്ങട് ഇടിച്ചു താഴ്ത്തുമെന്നാണ്. നിയച്ച കർണധുനീം ചിത്തേ. ശ്രദ്ധിച്ചു നോക്കൂ, ആരാണ് ഇതിനകത്തിരുന്ന്? എന്ത് മാജിക്കാണ് ഈ ശരീരത്തിന്? ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാലും വ്യത്യാസം എന്താ? എന്താണ് ഇപ്പോൾ ഉള്ള മാജിക്? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ തന്നെ മരിച്ചാൽ ഇതേ ശരീരം ജഡമായിട്ട് ഇവിടെ കിടക്കണം. ഇത് കേൾക്കില്ല, പറയില്ല, രുചിക്കില്ല, നുള്ളിയാ അറിയില്ല, അല്ലേ? ശ്മശാനത്ത് കൊണ്ടുപോയി തീ വെക്കുമ്പോ പതുക്കെ വെക്ക്, ചുടണമെന്ന് പറയോ? നെഞ്ചിൽ തന്നെ വെക്കണോ തീ? ഒന്നും അറിയില്ല, വെറും കട്ടയായിട്ട് പോയി. ഇപ്പൊ എന്താ വ്യത്യാസം? ഇപ്പോഴും അതേ ബോഡിയല്ലേ, അതേ ശരീരമല്ലേ. ഇപ്പൊ എന്താ ഇതിനകത്ത് ഇരുന്ന് ആരാണ് ഈ അനുഭവിക്കുന്നത്? ഈ നിറഞ്ഞു നിൽക്കണല്ലേ ഒരു പ്രസൻസ്. ഇനി എന്താ നിങ്ങൾ അന്വേഷിക്കാൻ പോണത്? നിറഞ്ഞു നിൽക്കണല്ലേ ഫുള്ളായിട്ട്. തല മുതൽ കാല് വരെ എവിടെ തൊട്ടാലും. കണ്ണടച്ചിരുന്നാലും അത് എന്തൊക്കെ ചിത്തവൃത്തിയോ എന്ത് വേണമെങ്കിൽ വരട്ടെ, ഇതൊക്കെ എവിടെ ഉണ്ടാവണു? മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിത്തവൃത്തിയൊന്നും വരില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വരണു? ഈ ഉണർവ്, ഈ അവബോധം, അതിന്റെ സ്വരൂപം എന്താ? ഈ യജ്ഞപുരുഷൻ ആരാണ്? അധിയജ്ഞൻ എന്ന് ഭഗവാൻ ഇപ്പൊ പറഞ്ഞു. ദേഹേ ദേഹഭൃതാംബര. ദേഹത്തിലിരുന്ന് ഒരുപാട് ഈ വലിയൊരു യാഗം നടക്കുകയാണ് ഈ ശരീരത്തിലെ. യാഗശാല എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഹോമം നടക്കുന്നുണ്ടാവും, ഒരിടത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, ഒരിടത്തിൽ ആഹുതി അർപ്പിക്കുന്നുണ്ടാവും, ഒരിടത്ത് മന്ത്രം പറയുണ്ടാവും. അതുപോലെ ഈ ശരീരത്തിനകത്ത് എന്തൊക്കെയോ നടക്കണു. കണ്ണിലൂടെ വെളിച്ചം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ചെവിയിലൂടെ ശബ്ദം പോയിക്കൊണ്ടിരിക്കുന്നു, മൂക്കിലൂടെ മണം പോയിക്കൊണ്ടിരിക്കുന്നു, നാവിലൂടെ രുചി. വലിയ എന്താ കോടിക്കണക്കിന് ആക്ടിവിറ്റീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കോശത്തിന്റെ ഉള്ളിൽ ഓരോ ബ്രഹ്മാണ്ടമുണ്ട്. ഇതിനൊക്കെ സെന്ററിൽ ഒരു ജ്യോതിയുണ്ട്. ആ ജ്യോതിയാണ് നമ്മള്. അതാണ് ഇപ്പൊ അവിടെ ഇരുന്ന് എന്നെ നോക്കണത്. അതാണ് അവിടെ ഇരുന്ന് ഇപ്പൊ ഞാൻ പറയണത് കേൾക്കണത്. അല്ലാതെ ഇപ്പൊ ഈ ശരീരം കേൾക്കോ? അച്ഛന് ഭാഗവതം വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മരിച്ചു. എന്നിട്ട് ഇരുത്തിയിട്ട് സപ്താഹത്തിന് 7 ദിവസം, 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഇരിക്കാൻ വായിക്കാൻ പറ്റില്ല. പിന്നെ നാറിയിട്ട് അല്ലേ? കേൾക്കോ? ഇപ്പോഴാണെങ്കിൽ കേൾക്കണു, ധ്യാനിക്കണു, എന്തൊക്കെയോ ചെയ്യണു. ആരാധനകത്ത് ഇപ്പൊ ഇരുന്ന് കേൾക്കണത് ആരാണ്? ഈ ശരീരത്തിൽ നടക്കുന്ന യജ്ഞത്തിന് മുഴുവൻ പതിയായിട്ട്, യജ്ഞപതിയായിട്ട് ആരുണ്ട് അതിനകത്ത്? കർത്താവായിട്ട് ആരുണ്ട് അതിനകത്ത്? ഒരു ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ നാറ്റടിച്ചു പോവും, ചീഞ്ഞു പോവും. ഇപ്പൊ ചെയ്യാതെ നിൽക്കുന്നത് എങ്ങനെയാപ്പോ? വേദാന്തം എത്ര സിമ്പിളാ, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കൂട്ടാക്കണില്ലേ, അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട, നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു, എത്ര കാര്യം കിടക്കണോ ലോകത്തിലെന്നാണ് ആളുകൾക്ക്. ഇവിടെ അതിനൊന്നും സമയമില്ല. എത്ര ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിന. അമേരിക്കയിൽ എന്ത് നടന്നു അറിയണം, ആഫ്രിക്കയിൽ എന്ത് നടന്നു എന്നറിയണം. ലോകം നന്നായോ എന്നറിയണം, കേടുവന്നോ എന്നറിയണം. എന്തൊക്കെ കാര്യങ്ങളപ്പൊ തലയിലിടണ്ടേ. അപശ്യതാം ആത്മതത്വം. ഉള്ളിൽ ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ ശ്രദ്ധിക്കണില്ല, പുറമേക്കുള്ള നടക്കുന്നത് മുഴുവൻ ഇയാൾ ശ്രദ്ധിക്കുകയാണ്. കള്ളം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സത്യത്തിനെ ശ്രദ്ധിക്കണില്ല. നമുക്ക് ഒരു പ്രയോജനവുമില്ല ഈ പുറത്തുള്ള കാര്യം അറിഞ്ഞിട്ട്, അല്ലേ?
വെറും ബ്രെയിനിൽ കുറെ തോട്ട് ഡിസ്റ്റർബൻസ്, അത്രയേ ഉള്ളൂ. ഈ ഉള്ളിലുള്ള വസ്തുവിൽ ശ്രദ്ധ പോയാലോ പൂർണ്ണത്വം, ശാന്തി. എന്നാലും തലയിലെഴുത്ത്, തലവിധി, ബുദ്ധി പുറത്തേക്കാ പോവുക, വേണ്ടാത്ത കാര്യത്തിലാ പോവുക, മറ്റുള്ളവരുടെ കാര്യത്തിലേക്കാണ് പോവുക. അങ്ങനെ പലതും ചിന്തിച്ച് ചിന്തിച്ച് ചിത്തവൃത്തികളെയൊക്കെ പിടിച്ച് നിർത്തി എട്ടുകാലി വലനൂക്കുന്ന പോലെ ഉള്ളിൽ നൂറ്റു വെച്ച് പാഴടഞ്ഞ വീടെന്നൊക്കെ പറയില്ലേ, നമ്മളുടെ ഉള്ളിലാണ് ഈ പാഴടഞ്ഞ വീട്. ഇതൊക്കെ കൂടെ ചേർത്ത് ഒരാവശ്യമില്ലാതെ കുറെ ചിത്തവൃത്തികളൊക്കെ മെനഞ്ഞു കൂട്ടി ചത്തുപോകുന്നു പാവം ശിവശ്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയണത് അന്ധകാലം എന്ന് പറയണത് ഇപ്പോഴാണ്. ഓരോ ക്ഷണവും ചിത്തവൃത്തികള് വന്ന് ചടഞ്ഞുകൂടാതെ, ചിത്തവൃത്തികൾ വന്ന് കൂടാതെ, അവിടെ വലകെട്ടി ഉണ്ടാക്കാതെ ചിത് മാത്രമായി, ചിത് സ്വരൂപം മാത്രമായി ഇരുന്ന് പഴകുന്നു. അങ്ങനെ പഴകിയാൽ അതാണ് അടുത്ത ശ്ലോകം. നോക്കും. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിനാം പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അഭ്യാസയോഗയുക്തേന, അഭ്യാസയോഗം, അഭ്യാസം കൊണ്ടാണ് ഹാബിറ്റ് ഉണ്ടാവണത്. എന്തും വീണ്ടും വീണ്ടും ചെയ്താൽ അതിനൊരു സംസ്കാരം ഉണ്ടാവും, വാസന ഉണ്ടാവും. അടുത്ത ജന്മമാവുമ്പോ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, അതും കൊണ്ടുവരും അല്ലേ. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന. അഭ്യാസം എന്ന് വെച്ചാൽ പൗനഃപുണ്യേന ആവർത്തനം. ഒന്ന് വീണ്ടും 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 ചെയ്യാം ഒരേ കാര്യം. അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോ അതൊരു സംസ്കാരമായിട്ട് മാറും. പിന്നെ നമ്മൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സംസ്കാരത്തിന്റെ ഫോഴ്സ്. സംസ്കാരത്തിന് ഒരു ലൈഫ് വെക്കും. ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിന് ജീവനില്ല. നിങ്ങൾ വിളിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അത് നിങ്ങളെ വിളിപ്പിക്കും. ഒരുപാട് പേര് പറയുന്ന കാര്യം അത് കയ്യിൽ വെച്ചുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കൊണ്ടുപോയി ദൂരെ കളയുക. പക്ഷെ ആളുകൾക്ക് പേടിയായി, ഇതില്ലാതെ എങ്ങനെ ജീവിക്കും. അത് കാലമേ മറന്നുപോയി നമ്മള്. എന്തിനും ഒരു ഹാബിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാവും. അപ്പൊ അഭ്യാസം, ലൗകിക വിഷയങ്ങളൊക്കെ അഭ്യാസം കൊണ്ടാണ് ഉള്ളില് കയറിക്കൂടുന്നത്. അധ്യാത്മ വിഷയം അതേപോലെ തന്നെ അഭ്യാസം കൊണ്ട് വേണം നേടിയെടുക്കാൻ. ഇവിടെ ഭഗവാൻ അഭ്യാസയോഗം എന്ന് പറയാണ്. ഈ ചിത്തം ആത്മാവിനെ വിട്ട് പുറത്തു പോകുന്ന ഒരു അഭ്യാസം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അന്യഗമനം, മറ്റു വിഷയങ്ങളുമായിട്ട് സംഘം ഉണ്ടാക്കുക, പലതും പെറുക്കിക്കൊണ്ടുവരിക. ഇങ്ങനെ ധ്യാനിക്കാനിരിക്കുമ്പോ അറിഞ്ഞോ ചോദിക്കും മനസ്സ്. എന്ത്? അല്ല, ന്യൂസ് അറിഞ്ഞില്ലേ ഇപ്പോ? എന്താ? ഇന്ന ആള് മരിച്ചു. ഓ, ഇയാള് കല്യാണം കഴിച്ചു. ഓ, ഇങ്ങനെ ഒരു ന്യൂസ് കൊണ്ടുവരും ഉള്ളില്. തോട്ട്സ്, മൈൻഡ് ഇങ്ങനെ പോസ്റ്റ്മാനാണ് ഉള്ളില്. ശ്രദ്ധിച്ചാ കാണാം, പല വിഷയങ്ങളില് പോയി പെറുക്കിക്കൊണ്ടുവരും. നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഉള്ളില് നിരന്തരം ഡ്രാമ നടന്നുകൊണ്ടേയിരിക്കും. ഈ അകമയുള്ള ഈ സീരിയസ് അവസാനിപ്പിക്കാവോ? ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, നീ, അവൻ, ഇത് ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും.
അത് വരാതിരിക്കാൻ പരമം പുരുഷം ദിവ്യം, പരമപുരുഷനായ ഭഗവാനെ ധ്യാനിച്ച് പരമം പുരുഷം ദിവ്യം യാതി എന്നുവെച്ചാൽ ആ പരമപുരുഷനിൽ തന്നെ ലയിക്കുന്നു. ആ പരമപുരുഷൻ എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പൊ തന്നെ ഉണ്ട്. എങ്ങനെ പ്രാപിക്കും? അനുചിന്തയൻ. ഹേ പാർത്ഥ, അനുസ്യൂതം ധ്യാനം ചെയ്ത് ആ പരമപുരുഷനെ സ്വയമേവ ആ പരമപുരുഷനായിട്ട് തന്നെ തീർന്നു. നദിയൊക്കെ സമുദ്രത്തിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ സമുദ്രമാവുന്ന പോലെ, യഥാ നദ്യസ്യന്തമാനാഹം സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. ദിവ്യം പരാത്പരം പുരുഷം. അതേപോലെ ഇവിടെ ഭഗവാൻ പറയാണ്, പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥ അനുചിന്തയൻ. അനുസ്യൂതം ചിന്തയൻ. എപ്പോഴും അനുസ്യൂതം ധ്യാനിക്കുന്നത് കൊണ്ട് പരമപുരുഷനെ അവൻ പ്രാപിക്കും. എങ്ങനെ ചിന്തിക്കണം? ഇന്നലെ പറഞ്ഞു, വയ്യർപ്പിത മനോബുദ്ധി. ലോകകാര്യങ്ങളൊക്കെ ചെയ്തോളൂ, പക്ഷെ ശ്രദ്ധയെ എന്നിൽ വെച്ചോളൂ. പ്രഹ്ലാദനെ കുറിച്ച് ഭാഗവതം പറയണത് അങ്ങനെയാണ്. നടക്കുന്നു, ഇരിക്കുന്നു, വർത്തമാനം പറയണു, കാര്യങ്ങളൊക്കെ ചെയ്യണു, പക്ഷേ ഒരു ക്ഷണനേരം പോലും നാരായണനെ വിട്ട് പിരിഞ്ഞില്ല എന്നാണ്. അതെങ്ങനെ സാധിക്കും? നാരായണൻ ആത്മാവാണെന്ന് അറിഞ്ഞാലേ സാധിക്കുള്ളൂ. അല്ലാതെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പിരിയാതിരിക്കാൻ പറ്റുമോ? മനസ്സിപ്പോ ഒന്ന് ചിന്തിക്കും, കുറച്ചു കഴിഞ്ഞാൽ വേറെ ചിന്തിക്കും. പക്ഷേ ആത്മാവാണ് നാരായണൻ എന്നറിഞ്ഞു കഴിയുമ്പോ ഒരു ക്ഷണനേരത്തേക്ക് പോലും നാരായണനെ വിട്ട് ഒരു പിരിവില്ല. നാരായണൻ തന്നെ സ്വസ്വരൂപമായിട്ട് തീർന്നിരിക്കുന്നു. അപ്പോ പരമം പുരുഷം ദിവ്യം യാതി പ്രാപിക്കുന്നു. എന്നുവെച്ചാലോ പരമപുരുഷൻ തന്നെ ഉള്ളൂ എന്ന് അറിയുമ്പോ അനുചിന്തയൻ. അതിന് അഭ്യാസം ചെയ്യാൻ. എങ്ങനെ അഭ്യാസം ചെയ്യും? അതാണ് ഇനി വരുന്ന ശ്ലോകം. നോക്കൂ, എങ്ങനെയാണ് ആ പരമപുരുഷനായ ഭഗവാനെ അനുസന്ധാനം ചെയ്യേണ്ടത്? നമ്മളിപ്പോ കാലരൂപിയായ ഭഗവാനെ പറഞ്ഞു. നമ്മളിൽ ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ഭഗവാനേ ഉള്ളൂ. ത്രികാലത്തിലും മാറാതിരിക്കുന്നു ഭഗവാൻ. ഇത് ഓർക്കുന്നത് തന്നെ അഭ്യാസം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഇപ്പൊ കേൾക്കണ്ടല്ലോ, ഈ കേൾക്കുന്നതിനെ മനനം ചെയ്യുന്നത് തന്നെ അഭ്യാസം. നിധിധ്യാസനം ചെയ്യുന്നത് തന്നെ അഭ്യാസം. പക്ഷേ മനനം നിധിധ്യാസനം ചെയ്യണമെങ്കിൽ അനുഭവലേശമില്ലാതെ സാധിക്കില്ല. വെറുതെ കേട്ടിട്ട് ചിന്തിച്ചാൽ മനനവും നിധിധ്യാസനവും ആവില്ല. കേൾക്കണു, ഏതോ ഒരു ക്ഷണനേരത്തിലേക്ക് ഉള്ളിലെ ഒരു സ്ഫൂർത്തി ഉണ്ടായി. പഴയ കാലത്തൊക്കെ നല്ല സമ്പ്രദായത്തില് വേദാന്ത അനുസന്ധാനം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പകൽ സമയത്തൊക്കെ ശാസ്ത്രവിചാരമൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിക്കില്ല. എന്നിട്ട് വൈകുന്നേരം ആയാൽ ഗുരുശിഷ്യ സംവാദം, മഹാവാക്യ വിചാരമൊക്കെ തുടങ്ങും. എന്നിട്ട് രാത്രി മുഴുവൻ അനുസന്ധാനം. അല്ലെങ്കിൽ നേരം വെളിച്ചാവണതിന് മുമ്പായിട്ട് ഈ അനുസന്ധാനം ആ പ്രത്യഭിജ്ഞ ഉണ്ടാവണ വരെ തുടരണം. എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ക്ഷണത്തില് ചിത്തവൃത്തികൾ കൊണ്ട് സ്പർശിക്കപ്പെടാത്തതായ ആ ഉണർവ്, അവബോധം, ഏതൊന്നിലാണോ ഈ ചിത്തവൃത്തികളൊക്കെ ചലിക്കുന്നത്, ആ ഇരുപ്പ്, ആ ദൃക്, സത്ത, അധിഷ്ഠാനം, അതിന്റെ മറയില്ലാത്ത ഒരു ദർശനം, ഒരു ക്ഷണനേരത്തേക്കെങ്കിലും ഒരു ഗ്ലിംസ് കിട്ടണവരെ ഗുരുമുഖത്ത് നിന്നുള്ള ശ്രവണം വേണം. ആ ഒരു ഗ്ലിംസ് ഉള്ളിൽ അല്പം വികല്പമില്ലാത്തതായ ആ വസ്തുസ്ഥിതി കണ്ടാല് അതില് ഇടതടവില്ലാതെ കുറച്ചു നേരമെങ്കിലുമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി സമയമൊക്കെ എടുക്കുന്നത്. എപ്പോഴാ ഈ ശിഷ്യന് ശ്രവണം ചെയ്യുന്ന ആൾക്ക് ഉള്ളിൽ ആ സ്ഫൂർത്തി ഉണ്ടാവാന്ന് പറയാൻ വയ്യ. അത് ഗുരുവിന്റെ കയ്യിലും ഇല്ല, ശിഷ്യന്റെ കയ്യിലും ഇല്ല. സയൻസ് ഒന്നും അല്ലല്ലോ. ഇനി ഇതും കൂടെ ചേർത്തിയാ വരും പറയാൻ പറ്റില്ല. പ്രതിബന്ധം ഉണ്ടെങ്കിൽ എത്ര കേട്ടാലും വരില്ല. ആവർത്തി രസകൃത ഉപദേശാത്, വീണ്ടും 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 പറയണം.
ഈ അരണിയിട്ട് കടയുമ്പോ, അഗ്നിഹോത്രത്തിന് അരണി കടയുമ്പോ മുകളിലൊരു കട്ട, ചോട്ടിലൊരു കട്ട വെച്ചിട്ട് ഒരു കൊച്ചാണി, ആ ആണിയിലാണ് ഈ അരണിയുടെ കൊച്ചുപോലെ വെക്കാം. അത് വെച്ച് ചോട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് കടയും. എത്ര നേരം കടയണമെന്ന് വെച്ചിട്ടാ. ചില ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കും. അതിന് കാരണമൊന്നും പറയാൻ വയ്യ. ചില ദിവസം ഒരുപാട് നേരം കടയണം. കടഞ്ഞ് കൈ കഴിക്കും. എന്നിട്ടാണ് അത് സ്ഫുരിച്ച് ഉണക്കയിലയിൽ പിടിക്കുക. കറക്റ്റ് സമയത്ത് ആ ഉണക്കയില ഇവിടെ ഉണ്ടാവണം. ആ തീ സ്പാർക്ക് വരുന്ന സ്ഥലത്ത് ഉണക്കപ്പുല്ലുണ്ടാവണം. അപ്പൊ പിടിച്ചോളും. അതുപോലെ ഈ ശ്രവണമനനം ഇങ്ങനെ ഈ അട്രീഷൻ, ചർണിങ് നടക്കും തോറും എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ആ ചിത്സ്ഫൂർത്തി ഉണ്ടാവുക. ചിത്തവൃത്തികളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയണില്ലേ, ആ സ്പേസിന്റെ ക്ലിയർ വിഷൻ, റെക്കഗ്നിഷൻ അത് ഉണ്ടായാലോ പിന്നെയാണ് മനനം. അല്ലാതെ ഈ ചിന്തിക്കലൊന്നുമല്ല. ആ ക്ലിയർ വിഷൻ ഉണ്ടായാൽ അതിന്റെ ടേസ്റ്റ് അറിയാം. പിന്നെ ഇടവിടാതെ അതിനെ വീണ്ടും 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 ചകഞ്ഞു നോക്കുക. അത് കൂടുതൽ കൂടുതൽ ഈ ചിത്തവൃത്തികൾ അകന്നകന്നകന്നകന്നകന്നകന്നു പോയി ആ ശുദ്ധമായ ചൈതന്യ അനുഭവം ഏർപ്പെടുന്നതാണ് നിധിധ്യാസനം. അധികം ശ്രമമില്ല, അധികം പ്രയത്നമില്ലാതെ ആ സമാധിസ്ഥിതി. നിധിധ്യാസനം സഫലാവണത് ആ പ്രയത്നിക്കുന്നതും വിട്ടിട്ട് അക്ഷലമായ വസ്തുവിലിരിക്കുമ്പോ സമാധി. സമാധിയിൽ നിന്ന് ഉത്ഥാനമുണ്ട്, എഴുന്നേക്കുക എന്നൊരവസ്ഥയുണ്ട്. ആ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ജ്ഞാനമാണ് സഹജസമാധി എന്ന് പറയുന്നത്. അതാണ് ആ സമാധിയിൽ അനുഭവിച്ച ഏതൊരു സ്ഥിതി ഉണ്ടോ അതാണ് ഞാൻ. അല്ലാതെ ഈ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല. സമാധിയിൽ ഏതൊരു വസ്തു ഉണ്ടായിരുന്നോ അതാണ് എന്റെ സ്വരൂപം, അല്ലാതെ ഈ പേഴ്സണാലിറ്റി എന്റെ സ്വരൂപമല്ല എന്നുള്ള റെക്കഗ്നിഷൻ. അതിനാണ് പ്രത്യവിജ്ഞ എന്ന് പറയുന്നത്. ആ അവസ്ഥയിലുണ്ടായിരുന്ന ആ അചലമായ ബോധം തത്രാത്മത്വ ദൃഢീകരണം എന്നാണ്. എന്നുവെച്ചാൽ അവിടെയാണ് തന്റെ സ്വത്വം, അവിടെയാണ് തന്റെ ഐഡന്റിഫിക്കേഷൻ. യു ഐഡന്റിഫൈ വിത്ത് ദാറ്റ് സ്റ്റേറ്റ്. അതാണ് എന്റെ സ്വരൂപം, അല്ലാതെ ഈ ചിത്തവൃത്തികളോ ബുദ്ധിയോ എന്റെ വ്യക്തിത്വമോ അല്ല എന്നറിഞ്ഞ് അതുമാത്രമായിടേണം. നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലൊരു വാക്കാണ്. അതിലമർന്ന് അതുമാത്രമായിടേണം. അതിലമർന്ന് അതായി ഇരുന്ന് പഴകൽ. അതാണ് നിധിധ്യാസനം. അത് ആ അനുഭവം നിർവികൽപ്പം അത് തന്നെയായി സതതമുണ്ടെങ്കിൽ, മുമ്പ് പറഞ്ഞല്ലോ കാലമില്ലാത്ത സ്ഥിതി, ടൈമേ ഇല്ലാത്ത സ്ഥിതി എന്നുവെച്ചാൽ തോട്ട്സ് വന്നാലും പോയാലും ഒന്നും ആ നിരന്തരമുള്ള ഇരുപ്പ്, അസ്തിത്വത്തിന്റെ അനുഭവം ഇടവിടാതെ വിച്ഛിത്തിയില്ലാതെ തുടർന്നു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണാനുഭവം. അത് തന്നെ വൈകുണ്ഠം, അത് തന്നെ കൈലാസം. അത് തന്നെ ഭഗവത് സ്വരൂപം, ഭഗവാന്റെ ഹൃദയം. അത് തന്നെ നാരായണൻ. അതിനെ അറിഞ്ഞു കഴിഞ്ഞവനോ അവൻ നാരായണൻ തന്നെ. എപ്പോ അതാണ് തന്റെ സ്വരൂപം എന്ന് ആര് അറിഞ്ഞിരിക്കുന്നുവോ അവൻ നാരായണൻ തന്നെ. ദേഹീവ ദൃശ്യത്തെ സൗ പരന്ത്വസൗ കേവലോ ഹി ആത്മാ എന്നാണ് ആചാര്യസ്വാമികൾ പറയണത്. അറിഞ്ഞു കഴിഞ്ഞവൻ ദേഹമുള്ളവനെ പോലെ തോന്നിയാലും അവൻ ദേഹമില്ലാത്തവനാണ്, അവൻ ശുദ്ധ ചൈതന്യ സ്വരൂപനാണ്.
അങ്ങനെ വീണ്ടും 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 ശ്രവണം, മനനം, നിധിധ്യാസനം. ഇതാണ് അഭ്യാസം. അഭ്യാസയോഗയുക്തേന് ആത്മാവിൽ നിന്നും വെളിവിഷയങ്ങളിലേക്ക് പോവാതെ ചിത്തത്തിനെ വീണ്ടും 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 ഈ അനുഭവത്തിൽ അമർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അഭ്യാസം. ജീവിതം മുഴുവൻ അനുസ്യൂതം തുടരുകയാണ്. അങ്ങനെ അനുസ്യൂതം തുടർന്നു കഴിഞ്ഞാൽ അവസാനം നദി അവിടെയും എവിടെയും തുള്ളിയും ചാടിയും കലങ്ങിയും തെളിഞ്ഞും കടലിൽ പോയി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പണി കഴിഞ്ഞു അല്ലേ? സമുദ്രത്തിന്റെ അടുത്തെത്തുമ്പോ തുള്ളി 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 പോകുന്ന നദി എടുത്തു രുചിച്ചാൽ ഉപ്പു രുചി വരും. എന്നുവെച്ചാൽ സമുദ്രത്തിന് രുചി വരും. സമുദ്രത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞ നദിയിലേക്ക് സമുദ്രം ഇങ്ങോട്ട് വന്ന് കലക്കും. അത് സമുദ്രമല്ല, നദിയല്ല, സമുദ്രമാണത്. ആകാരം നദിയുടെ ആണെങ്കിലും സമുദ്രത്തിന്റെ വെള്ളത്തിന്റെ രുചി നദിയുടെ ജലത്തിൽ കാണും. അതുപോലെ പൂർണ്ണത്വത്തിനെ അറിഞ്ഞ പുരുഷന്റെ ഉള്ളില് അയാള് ലിമിറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴും പൂർണ്ണത്വത്തിന്റെ രുചി അവിടെ ഉണ്ടാവും. അല്ല, ലിമിറ്റഡ് പേഴ്സണാലിറ്റിയുടെ ഉള്ളില് ഇൻഫിനിറ്റി വിൽ ബി ദേർ. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. ആ പരമപുരുഷനെ അവൻ അറിയുന്നു, അനുഭവിക്കുന്നു തന്നില് തന്നെ, ഇപ്പൊ തന്നെ, ശരീരത്തിലിരിക്കുമ്പോ തന്നെ. എങ്ങനെ അനുഭവിക്കുന്നു? കവിം പുരാണം അനുശാസിതാരം അണോരണീയാൻ സമനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസഃ പരസ്ഥാത്. കവിം പുരാണം അനുശാസിതാരം അചലേന മനസ്സാ ഭക്ത്യ. അടുത്ത ശ്ലോകം കൂടി ചേർത്തിയാണ് അന്വയിച്ചിരിക്കുന്നത്. നോക്കൂ. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. ഇപ്പോ ക്രമമുക്തി എന്ന് പറഞ്ഞു. ഈ അവസാന കാലത്തില് ആ പരമപുരുഷനെ എങ്ങനെ ധ്യാനിച്ചു കൊണ്ടുപോകണു? ഭാഗവതത്തിൽ, മഹാഭാരതത്തിൽ നോക്കിയാല് ഈ ഗീതയുടെ ശ്ലോകത്തിന് വ്യാഖ്യാനമൊക്കെ കാണാം. ദ്രോണർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗംഭീരമായിട്ട്. എന്ത് ചെയ്തിട്ടും ദ്രോണരെ കൊല്ലാൻ ഒരു വഴിയില്ല. അപ്പൊ പറഞ്ഞു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാലേ ദ്രോണര് ആയുധം ചവിട്ടിൽ വെക്കുള്ളൂ. ആയുധം ചവിട്ടിൽ വെക്കാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് വേറെ ആരും പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കില്ല. അതുകൊണ്ട് ധർമ്മപുത്രരെ വിളിച്ച് പറയിപ്പിച്ചു. ധർമ്മപുത്രൻ നുണ പറയില്ല എന്നുള്ളത് കൊണ്ട് ഒരു ആനയ്ക്ക് അശ്വത്ഥാമ എന്ന പേരുള്ള ഒരു ആന, ആ ആനയെ കൊന്നു ഭീമൻ. എന്നിട്ട് ഭീമൻ ആദ്യം ചെന്ന് പറഞ്ഞു ദ്രോണരുടെ അടുത്ത്, കഷ്ടം, മകൻ മരിച്ചിട്ട് യുദ്ധം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അശ്വത്ഥാമ മരിക്കില്ലല്ലോ. അശ്വത്ഥാമ ഹതഹ, ഞാനാണോ കൊന്നിട്ട് വരണതെന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മപുത്രരെ നോക്കിയിട്ട് ചോദിച്ചു, യുധിഷ്ഠിര, ഭീമൻ പറയണത് സത്യമാണോ? അതെ, അശ്വത്ഥാമ ഹതഹ കുഞ്ചര, ആന കൊല്ലപ്പെട്ടു. ഹതഹ, അശ്വത്ഥാമ കൊല്ലപ്പെട്ടു. കുഞ്ചരഹ, ആ കുഞ്ചരഹ എന്ന് പറയുമ്പോഴേക്കും ഭീമൻ ഉറക്കെ ഗർജിച്ചു. കേട്ടില്ല അത്? എന്തൊക്കെ ഏർപ്പാടുകളാണ് ഇതൊക്കെ! ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കപട നാടക സൂത്രധാരി.
എന്നിട്ട് അത് കേട്ട ഉടനെ അശ്വത്ഥാമ മരിച്ചു എന്ന് അറിഞ്ഞ ഉടനെ ദ്രോണര് ആയുധം ചുവട്ടിൽ വെച്ചു, പത്മാസനസ്ഥനായി, ചമ്രം അടിഞ്ഞിരുന്നു, പത്മാസനത്തിലിരുന്നു, ഭ്രൂമധ്യത്തില് പ്രാണനെ കൊണ്ടുവന്നു, സമാധിസ്ഥിതനായി. സമാധിസ്ഥിതനായിട്ടിരിക്കുന്ന ദ്രോണരുടെ തലയാണ് ധൃഷ്ടദ്യുമ്നൻ വന്ന് വെട്ടണത്. പക്ഷെ ഓൾറെഡി ദ്രോണര് ശരീരം വിട്ടുകഴിഞ്ഞു. ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക്ക്. ഭൂരിശ്രവസിനെ സാത്വിക്ക് കൊല്ലുന്നുണ്ട്. അവിടെ ഇതേപോലെ തന്നെയാണ്. യുദ്ധം ചെയ്തുകൊണ്ടേക്ക് അദ്ദേഹം അവസാനം 2 കൈയും പോയി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ രാജഋഷികളൊക്കെ തന്നെ ഈ ശക്തിയുള്ളവരായിരുന്നു എന്നാണ് ഈ പറയാൻ പോണ ഈ ശ്ലോകത്തിലുള്ള കാര്യം. അവർക്കൊക്കെ ശക്തി ഉണ്ടായിരുന്നു. നാരായണ ഗുരുസ്വാമികളുടെ ഒരു ശിഷ്യൻ, നാരായണ ഗുരുസ്വാമി ഉള്ളപ്പോ തന്നെ പോയ ഒരു സ്വാമിയുടെ കഥയിടെ വായിച്ചു. ഇതേപോലെ പറഞ്ഞ് ആ ദിവസം പറഞ്ഞ്, ഈ ദിവസം ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോണെന്ന് പറഞ്ഞ് പത്മാസനസ്ഥനായിട്ട് ഇരുന്ന് എല്ലാവരുടെ മുമ്പിലും ഭ്രൂമധ്യത്തിലേക്ക് പ്രാണനെ കൊണ്ടുവന്ന് ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു പഥമുണ്ട്, അങ്ങനെ ഒരു വഴിയുണ്ട് എന്നാണ്. ഇതൊക്കെ പറഞ്ഞാൽ മതി, നിങ്ങളിപ്പോ ശ്രമിക്കൊന്നും വേണ്ട. അപ്പൊ എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണ? കവിം പുരാണം അനുശാസിതാരം. ഭഗവാനെ കവി എന്ന് വിശേഷിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് കവിത എഴുതുന്ന ആളുകളാണ് കവികൾ എന്നാണ്. കവിത എഴുതുന്നവനൊക്കെ കവിയാണിപ്പോ. മലയാളത്തിൽ 3 കവികൾ എന്ന് പറഞ്ഞാൽ ഉള്ളൂര്, ആശാൻ, വെള്ളത്തോൾ, അവരാണ് നമ്മൾ കവി എന്ന് പറയണത്, അല്ലേ? ഇപ്പൊ അവരും പോയി. ഇപ്പൊ ഗൂഡ്സ് വണ്ടി ഓടുന്നതൊക്കെ കവിതയായിപ്പോ. ധ്വനിയാലോകക്കാരൊക്കെ സാഹിത്യകാരന്മാര് വിചാരം ചെയ്തിട്ട് പറഞ്ഞു, ആരാ കവി എന്ന് വെച്ചാൽ നാൻ ഋഷി കവി. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന് പറഞ്ഞു. ഭഗവത് ദർശനം, മന്ത്രദർശനം സാധിച്ചവനാണത്ര കവി. കവിത എഴുതുന്ന ആളൊന്നുമല്ല. ആദ്യത്തെ കവി ബ്രഹ്മാവാണ്, ആദി കവി. അതാണ് ഭാഗവതം പറയണത്. തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത് സൂരയഃ. ആദികവിയായ ബ്രഹ്മാവൻ, അദ്ദേഹത്തിന് കവിത്വം എവിടുന്ന് സിദ്ധിച്ചു? ഏത് ഈശ്വരനിൽ നിന്നും ബ്രഹ്മോപദേശം വാങ്ങിച്ചു. ആ ബ്രഹ്മോപദേശം വാങ്ങിച്ചതിന്റെ ഫലമാണ് അദ്ദേഹത്തിന് കവിത്വം. അതുകൊണ്ട് കവിത്വം എവിടെ നിൽക്കണു? ഭഗവാനിൽ നിൽക്കണമെന്നാണ്. കവി എന്ന് വെച്ചാൽ ക്രാന്തദർശി എന്നർത്ഥം. ക്രാന്തദർശിത്വമാണ് കവിയുടെ ലക്ഷണം. ക്രാന്തദർശി എന്ന് വെച്ചാൽ സൂക്ഷ്മമായി, സ്ഥൂലമായി കാണാനൊക്കാത്ത വസ്തുവിനെ കാണുന്നവനാണ് കവി. അതിപ്പോ നമ്മൾ പറയണത് കവികൾക്ക് ഇപ്പൊ ഈ ചന്ദ്രനെ കാണുമ്പോൾ അവർക്ക് വേറെ എന്തൊക്കെയോ കാണും, അല്ലേ? ഒരു കവിക്ക് ചന്ദ്രനെ കണ്ട ഉടനെ സ്ത്രീയുടെ മുഖം ഓർമ്മ വന്നു, ഏതോ ഒരു സ്ത്രീയുടെ മുഖം, പാട്ടുപാടി. തമിഴിൽ ഒരുപാട് പാട്ടുണ്ട്, കണ്ണദാസന്റെ അവരുടെയൊക്കെ വെണ്ണിലാവേ വെണ്ണിലാവേ എന്ന് പറഞ്ഞു. സിനിമയിലൊക്കെ വന്നിട്ട് ആദ്യം ആ വെണ്ണിലാവേന്ന് പാടിയത് രാമലിംഗസ്വാമികളാണ്. അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെയുള്ളവരൊക്കെ വെണ്ണിലാവേ വെണ്ണിലാവേ എന്ന് പാടി. വെണ്ണിലാവേ വെണ്ണിലാവേ നാദൻ മുടി മേലിരുക്കും வெண்ணிலாவே தன்னை அறிந்தின்பமுற வெண்ணிலாவே ஒரு தந்திரம் நீ கூறிடுவாய் வெண்ணிலாவே நாதன் முடி மேலிருக்கும் வெண்ணிலாவே அங்கு நானும் வர வேண்டுகிறேன் வெண்ணிலாவே.
ഈ പാട്ട് പിന്നീടൊക്കെ സിനിമയിൽ വേറെ ആരെയൊക്കെയോ കുറിച്ചൊക്കെ പാട്ടുപാടി തുടങ്ങി. നാഥൻ മുടി മേലിരുക്കും വെണ്ണിലാവേ, ശിവന്റെ ജടയിലിരിക്കുന്ന ഹേ ചന്ദ്ര, തന്നൈ അറിந்து ഇൻപമുറ ഒരു തന്തിരം നീ കൂറിടുവായി. ആത്മജ്ഞാനത്തിനൊരു വഴി പറഞ്ഞു തരുമെന്നാണ്. പൂർണ്ണ ആനന്ദം വരണമെങ്കിൽ ആത്മജ്ഞാനം വേണം. ആത്മജ്ഞാനത്തിനൊരു വഴി പറഞ്ഞു തരുമോ? രാമലിംഗസ്വാമികൾ കവിയാണ്. ആ കവിത്വം അദ്ദേഹത്തിന്റെ അല്ല, ഭഗവാന്റെ ആണ്. പഴയകാലത്ത് വളരെ പ്രസിദ്ധമായി ആ പാട്ട് സിനിമയിൽ വന്നു എന്ന് തോന്നുന്നു. കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. തമിഴ് പാട്ട്. മയിൽ കുയിലാച്ചതടി എന്നത് என்ன பாட்டு தெரியுமா யாருக்காவது? வானத்தின் மீது மயிலாட கண்டேன் மயில் குயிலாச்சுதடி. அப்புறம் கிளியேன்னு மாத்திருக்கா இல்லையா? கிளியேன்னு மாத்தி. இது ராமலிங்க சுவாமிகள் பாட்டு. அக்கச்சின்னு பாட்டு. அந்த அக்கச்சிங்கிற பதம் உபயோகப்படுத்தினா சரியாதுங்கிறது கிளியேன்னு மாத்தி விட்டாத. அது எங்க പാടിയിരിക്കാറുனாக்கா, രാമലിംഗ സ്വാമികൾ കൊച്ചുകുട്ടി, അദ്ദേഹത്തിന്റെ ഏട്ടൻ പോയിട്ട് ഇതുപോലെ ശിവപുരാണം കഥയൊക്കെ പറയും. ഒരു വലിയ ചെട്ടിയാർ, പണക്കാര ചെട്ടിയാരുടെ വീട്ടില് തിരുവാചകം പറയാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. 2 ദിവസം പോയി പ്രഭാഷണം ചെയ്തു. 3-ാമത്തെ ദിവസം നല്ല പനിച്ചു കിടന്നു, പോവാൻ വയ്യ. പനിച്ചു കിടന്നു, പോവാൻ നിവൃത്തിയില്ല. ആളുകളൊക്കെ വന്നിരിക്കണ്ടാവും കുറച്ചുപേര്. അപ്പോ ഏട്ടൻ പറഞ്ഞു, രാമലിംഗം ചെറിയ കുട്ടിയാണ്, ഈ കുട്ടിക്ക് പഠിക്കാനോ ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഒരു ചെറിയൊരു തോർത്തമുണ്ട് കൊടുത്ത് അവിടെ ഇവിടെ അമ്പലത്തിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഏകാന്തത്തിലൊക്കെ പോയിരിക്കും. അപ്പോ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച ഏട്ടൻ പറഞ്ഞു, നീയേ പോയിട്ട് എന്തെങ്കിലും തിരുവാചകത്തിൽ 1-2 ശ്ലോകം ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു ഭക്തി എന്ന് പറഞ്ഞിട്ട് വരൂ. ഏട്ടന് വയ്യല്ലോ, പനിയാണല്ലോ, അതുകൊണ്ട് പോയതേ ഉള്ളൂ. നേരം വെളിച്ചാവുമ്പോഴാണ് വന്നത്. എന്തായോ ആവോ ഏട്ടനൊന്നും മനസ്സിലായില്ല. അടുത്ത ദിവസം കഴിഞ്ഞപ്പോ ഏട്ടൻ പുറപ്പെട്ടപ്പോ ചെട്ടിയാരുടെ അവിടുന്ന് ആളെ പറഞ്ഞയച്ചു, രാമലിംഗം വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടന് സംശയം, എന്താത്? അന്ന് രാമലിംഗത്തിനെ പറഞ്ഞയച്ചിട്ട് പുറകെ പോവാണ് ഏട്ടൻ. എന്താന്ന് നോക്കുമ്പോ വലിയ തിരക്കവിടെ. ഏട്ടൻ പറയുമ്പോ ഏതോ ഒരു 10 ആളുകൾ അവിടെ അവിടെ ഇരുന്ന് ഉറങ്ങുണ്ടാവും. ഇപ്പൊ ഈ കുട്ടി ചെന്ന് പറയുമ്പോ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അവിടെ അത്ര ആളുകള് ഇതോ മടവെള്ളം തുറന്നു വിട്ട പോലെ അങ്ങനെ ഒഴുകാണ്. ഏട്ടൻ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കുക, ഇവന് എന്തൊക്കെ എവിടുന്ന് പഠിച്ചു, ഇത് എവിടുന്ന് വന്നു? ഒന്നും പഠിക്കാതെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കണ കുട്ടി എവിടുന്ന് വന്നു? ഏട്ടൻ ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ വീട്ടിൽ പോയി ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, അവനെന്തോ ഉണ്ട്, നീ ചോദിക്കേ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഏട്ടന് ഗൗരവം, ചോദിച്ചില്ല. അപ്പൊ ഏട്ടത്തി അമ്മയുടെ സ്ഥാനത്താണ്, അത്ര പ്രിയമാണ്. അപ്പോ ഏട്ടൻ ശാസിക്കുമ്പോഴൊക്കെ ഏട്ടത്തിയമ്മ നോക്കും. അപ്പൊ രാമലിംഗൻ തിരിച്ചു വന്നു, ഒന്നും പറഞ്ഞില്ല. അവിടെ നടന്നതോ ഒന്നും പറഞ്ഞില്ല. വന്ന് വീട്ടിൽ വന്നപ്പോ അകത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയെന്ന് ചോദിച്ചു. വാനത്തിന്മീത് മയിലാട കണ്ടേൻ. മയില് പാടില്ലല്ലോ. മയിലാടുന്നത് ആ ആനന്ദം ഉള്ളിൽ കണ്ടു എന്നാണ്. ചിതാകാശത്തില് ആ ഭഗവാന്റെ തിരുനടനം ഹൃദയത്തിൽ കണ്ടു. ഇത്ര ദിവസം അത് കണ്ടു, അത്രയേ ഉള്ളൂ. ഇപ്പൊ മയിൽ കുയിലാച്ചതടി. ആ ഉള്ളിലുണ്ടായ ആനന്ദം ഉണ്ടല്ലോ, ഇപ്പൊ കുയിലായി പാട്ടായിട്ട് പുറത്തു വന്നു എന്നാണ്. ഇത്രയും ദിവസം അത് മയിലായിട്ട് ആടിക്കൊണ്ടിരുന്നു. മയിൽ പാടിയ ആരും കേൾക്കില്ല, ഹാർട്ട് അറ്റാക്ക് വരും. മയിൽ പാടിയ കാണാനേ ഉള്ളൂ ഭംഗി, ആ ശബ്ദം കേട്ടാൽ. മയിൽ കുയിലാച്ചതടി, അത് കുയിലായി എന്നാണ്, കോക്കിലമായിട്ട് തീർന്നു. കവിത്വം ഭഗവത് അനുഭവത്തിൽ നിന്ന് വരേണ്ടതാണ്. ഭഗവാന് പേരാണ് കവി. വാൽമീകി കവിയാണ്. കാരണം വാൽമീകിക്ക് അറിയില്ല രാമായണം എവിടുന്ന് വന്നു. വാൽമീകി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദിവിക്ഷത, അന്തരീക്ഷത്തിലുള്ള രാമായണ ശ്ലോകങ്ങള്
ഒരു TV സെറ്റില് ആകാശത്തിലുള്ളതൊക്കെ ആന്റണ വഴി പിടിച്ചെടുക്കപ്പെടുന്ന പോലെ വാൽമീകി പിടിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. വാൽമീകി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത് എവിടുന്ന് വന്നു എന്ന് വാൽമീകിക്ക് ഒരു പിടിയുമില്ല. ആ ശ്ലോകത്തിന്റെ ആവിർഭാവസ്ഥാനം വാൽമീകിക്ക് ഒരു പിടിയുമില്ല. അതാണ് കവി. മച്ഛന്താദേവ തേ ബ്രഹ്മൻ പ്രവൃത്തേയം സരസ്വതി. ബ്രഹ്മാവ് എന്ന് പറയാണ്, ഞാൻ പറഞ്ഞിട്ടാ സരസ്വതി വന്നിരിക്കണത് എന്ന് എഴുതിക്കൊള്ളൂ. കുരു രാമകഥാം പുണ്യാം ശ്ലോകബദ്ധാം മനോരമാം പാദബദ്ധോ അക്ഷരസമഃ തന്ത്രീലയ സമന്വിതാം ത്വയാ ജുഷ്ടഋഷിർഭവതി ദേവി ത്വയാ ബ്രഹ്മാഗതശ്ചൈരുതത്വയാ ത്വയാ ജുഷ്ടശ്ചിത്രം വിന്ദദേ വസുസാനോ ജുഷസ്വദ്രവിണോ നമേധേ ബൃഹദ്വദേവ വിദധേ സുവീരാഹ. ആ മേധാദേവി ഉള്ളിൽ സ്പർശിച്ചതോടുകൂടെ ബൃഹദ്വദേമ, ബ്രഹ്മത്തിനെ കുറിച്ച് ഞങ്ങൾ പറയണമെന്നാണ്. കവിത്വക്കുള്ളിൽ വന്നു. കവിം കവീനാം അല്ലെ, ഗണപതിക്ക് പേര്. ഗണപതി എന്ന് വെച്ചാൽ ഗണാനാം പതിഹി, ശിവനാണ്. കവിം കവീനാം ഉപമശ്രവസ്തമം. അപ്പൊ കവിത്വം എന്ന് പറയണത് വ്യക്തികളിലില്ല. ഒറിജിനലായി കവികൾ എന്ന് നമ്മൾ ലോകത്തിൽ വിളിക്കുന്നവരാരും അവരുടെ പ്രയത്നം കൊണ്ടുണ്ടായവരല്ല. ഈശ്വരൻ നിശ്ചയിച്ചയച്ചതാണ്. ത്യാഗരാജസ്വാമികൾ 9 വയസ്സിൽ കീർത്തനം എഴുതി കഴിഞ്ഞു. അടുത്തെങ്കിൽ പോയി പഠിക്കാൻ പറ്റുമോ? കീർത്തനം എഴുതുന്നത് പഠിക്കാൻ പറ്റുമോ? ഒരാള്, ഒരു സാധു മനുഷ്യൻ, അയാള് പാടത്ത് പണിയൊക്കെ എടുത്ത് വിഷമിച്ച് വീട്ടിൽ വന്ന് ഇത്തിരി കഞ്ഞി കുടിക്കും. ഭാര്യയ്ക്കാണെങ്കിലും അത്യാഗ്രഹം, ഇയാൾ ഇനിയും മേലെ 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 സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ ഭാര്യ ദിവസം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പാവം രാത്രി വന്നാൽ ഇത്തിരി കഞ്ഞി കുടിച്ച് കിടന്നു. എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ഇതിന്റെ ഇടയിൽ അയാളുടെ അടുത്ത വീട്ടിലെ ഒരാള് രാജാവിന്റെ സദസ്സിൽ പോയിട്ട് കവിത ചൊല്ലിയിട്ട് ഒരു സ്വർണമാല സമ്പാദിച്ചുകൊണ്ട് വന്നു. അപ്പൊ ആ സ്ത്രീ മിണ്ടാണ്ടിരിക്കൂ. ഇവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ ഭർത്താവിന് ഇതാ സ്വർണമാല കിട്ടിയെന്നാണ്. അപ്പൊ ഈ സ്ത്രീക്ക് ഇരിക്കപ്പെടുത്തിയില്ല. പിന്നെ പാവം ഇത് പാടത്ത് പണിയെടുത്തിട്ട് നടക്ക വയ്യാതെ പാതി ജീവനോടെ വീട്ടിൽ വന്ന് കയറിയപ്പോ പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യനാണ് പോയി, ഒരു കവിത എഴുതാൻ അറിയില്ല. ആരാ അയാള് എന്ന് ചോദിച്ചു അദ്ദേഹം. കവിത, ഇപ്പൊ കവിത എഴുതിയാലേ ഇനി ആഹാരമുള്ളൂ. അയ്യോ, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ അമ്മ, ഞാൻ എങ്ങനെ കവിത എഴുതും? ആദ്യം പഠിക്കാം, വന്നിട്ട് ഈ ഓരോ ദിവസം എഴുതി കൊടുത്ത് പാവം കൊളക്കരയിൽ പോയിട്ട് ഇരുന്നിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം അത്ര. എന്നാലേ വീട്ടിൽ കഞ്ഞി കിട്ടുള്ളൂ ഈ സാധു മനുഷ്യന്. കുറെ ദിവസം ഇങ്ങനെ മെനക്കെട്ടു. അദ്ദേഹത്തിന് വരണില്ല. എഴുതി ഈ എഴുതി എഴുതുമ്പോഴേക്കും മറന്നുപോകും. വയസ്സായി കഴിഞ്ഞു, ഇനിയിപ്പോ എന്ത് കവിത എഴുതണത്? ഭാര്യ പറയണത് സഭയിൽ പോയിട്ട് പറഞ്ഞിട്ട് സ്വർണമാല വാങ്ങിച്ചുകൊണ്ട് വരണം എന്നാ പറയണത്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു പണ്ഡിതൻ ആ വഴിക്ക് പോണു. അയാൾ ചോദിച്ചു, നീ എന്താ ചെയ്യണേ ഈ വയസ്സുകാലത്ത്? ചോദിച്ചു. ഞാനേ അക്ഷരങ്ങൾ എഴുതി പഠിക്കാം. ഈ വയസ്സിലോ? അതെ, എനിക്ക് കവിതയായി പഠിക്കണം എന്ന് പറയണു ഭാര്യ. കവിത എഴുതി പഠിക്കണം. അക്ഷരങ്ങൾ പഠിച്ചത് കൊണ്ടൊന്നും കവിത വരില്ല, അതിനുള്ളിൽ നിന്നൊരു പ്രചോദനം വേണം. അയാളെവിടെ കിട്ടും? അത് ഉള്ളിലുണ്ടാവുന്ന ഒരുമാതിരി മാസ്മരികമായ ഒരു തുടിതുടുപ്പാണ്. അയ്യോ, അത് പറയണ്ട, എന്റെ ഭാര്യയുടെ അടുത്ത് ആ വഴിക്ക് പോണെങ്കിൽ പറയണ്ട കേട്ടോ, അതും പഠിക്കാൻ പറയും അവിടെ. ഒരു മാസ്മരികമായ ഒരു തുടുതുടുപ്പുള്ളിലുണ്ടാവണം, ഒരു സ്ഫുരിപ്പുള്ളിലുണ്ടാവണം, പ്രചോദനം. എന്നാലേ കവിത വരുള്ളൂ. അത് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു കോരിത്തരിപ്പുണ്ടാവും തോന്നുന്നു. പാവം അത് ധരിച്ചു വെച്ചു. ഈ കോരിത്തരിപ്പ് വന്നാൽ അപ്പ കവിത വരുമോ? ചിലപ്പോ വന്നേക്കാം.
അങ്ങനെ കുറച്ചു ദിവസം ഇങ്ങനെ പാവം പോയി. ഒരു ദിവസം രാവിലെ നല്ല വെളുപ്പാൻ കാലത്ത് കുളിക്കാൻ വന്നു. നല്ല തണുപ്പ്. അറിയാതെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോ കിട്ടാ വിറച്ചു. അപ്പൊ മൂപ്പര് തീരുമാനിച്ചു, ഇത് തന്നെ ആ പറഞ്ഞ തുട്ടുതുട്ടു കോരിത്തരും. ഇപ്പൊ കവിത എഴുതിയാലേ ഉള്ളൂ. എന്തിനെ കുറിച്ച് കവിത എഴുതി നോക്കുമ്പോ ഒരു കാക്ക രാവിലെ എണീറ്റ് വെള്ളത്തില് വന്ന് ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലെ കൊക്ക് മുക്കണു എടുക്കണം, മുക്കണു എടുക്കണം. അല്ലയോ കരുമാണ്ടി, നീ മുക്കുന്നു എടുക്കുന്നു, മുക്കുന്നു എടുക്കുന്നു. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, എനിക്കറിയാം. വെറുതെ ആ കാക്കയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞതാണ്. പറഞ്ഞ ഉടനെ വാൽമീകിയെ പോലെ ഹൃദിവീക്ഷത അദ്ദേഹത്തിന് തോന്നി, ഇത് തന്നെ കവിത. മൂപ്പരപ്പ പുറപ്പെട്ടു, രാജാവിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഇപ്പൊ എനിക്ക് കവിത പറയണം എന്ന് പറഞ്ഞു. അപ്പൊ കവിതാ സദസ് നടക്കുകയാണ്. ഇതേ നല്ല കിട്ടിയ ഒരു ഷാളും ഒക്കെ ഇട്ടിട്ട് ഭാര്യയുടെ അടുത്ത് പോയി പറഞ്ഞു. ഭാര്യയ്ക്കും ഒന്നും അറിയില്ല. അവര് പറഞ്ഞു ആയിരിക്കുന്നു എന്നിട്ട് ഒരു നല്ല ഷാളും ഒക്കെ എടുത്തിട്ട് കൊടുത്തു. നേരെ പോയി പാവം സഭയിൽ ചെന്നിട്ട്, എനിക്കൊരു കവിത ചൊല്ലാനുണ്ടെന്ന്. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ? അല്ലയോ കരുവാണ്ടി, നീ മുക്കുന്നു തുടയ്ക്കുന്നു, മുക്കുന്നു തുടയ്ക്കുന്നു. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, എനിക്കറിയാം. എല്ലാരും ചിരിച്ചു. രാജാവ് വളരെ ഗൗരവമായിട്ടിരുന്നു. ഇത്ര വലിയ സഭയിൽ ഇങ്ങനെ ഒരാൾ വന്ന് വിഡ്ഢിത്തം വിളമ്പില്ല. അപ്പൊ ഇതിലെന്തോ ഉണ്ടാവണം. രാജാവ് മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി തനിക്ക് തോന്നണില്ലേ? അയാളെ കണ്ടാൽ വിഡ്ഢിയാണെന്നൊന്നും തോന്നണില്ല. ഈ സഭയിൽ ധൈര്യമായിട്ട് വന്ന് ഇങ്ങനൊരു വിഡ്ഢിത്തം പറയുമോ? എന്തെങ്കിലും ഉണ്ടാവണം. രാജാവ് ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, 1 മാസം അവിടെ താമസിക്കൂ. നിങ്ങളുടെ കവിതയിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് ശരിയായ അർത്ഥം പറയുന്ന ആളെ അവർക്ക് ഞാൻ 1000 പൊന്നു കൊടുക്കും എന്ന് പറഞ്ഞ് ബോർഡ് ഇട്ടു. ആളുകളൊക്കെ പിന്നെ നാട് മുഴുവൻ ഈ കവിത കാണാതെ പഠിച്ചു. അല്ലയോ കരുമാണ്ടി. ഇങ്ങനത്തെ കവിതകളൊക്കെ ഉണ്ട് കേട്ടോ മലയാളത്തില്. ഞാൻ തമാശ പറയില്ല. നീ മുക്കുന്നു തുടയ്ക്കുന്നു, നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. കുറെ കഴിഞ്ഞു ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഓരോരുത്തർ അതാണെന്നൊക്കെ അർത്ഥമൊക്കെ പറഞ്ഞു. വ്യാഖ്യാനങ്ങളായി, പുസ്തകങ്ങളായി, ഉപവ്യാഖ്യാനങ്ങളായി. രാജാവ് ഈ കവിത ബൈഹാർട്ട് പഠിച്ചു. അപ്പൊ ഒരു ദിവസം രാവിലെ രാജാവ് ഇങ്ങനെ ഇരുന്ന് ഈ കവിത ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. മനനം ചെയ്തുകൊണ്ടിരിക്കുക രാജാവ്. അപ്പോഴേക്കും ബാർബർ വന്നു. അയാൾ ക്ഷൗരം തുടങ്ങി പുറകെ നിന്നിട്ട്. അപ്പൊ അയാൾ കത്തി വെള്ളത്തിൽ മുക്കി തുടച്ചു, മുക്കി തുടച്ചു. അപ്പൊ രാജാവ് ഇങ്ങനെ ഈ കവിത പറഞ്ഞു, അല്ലയോ കരുമാണ്ടി, നീ മുക്കുന്നു തുടയ്ക്കുന്നു, മുക്കുന്നു തുടയ്ക്കുന്നു. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, എനിക്കറിയുന്നു. അയ്യോ തിരുമേനി ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചിട്ടല്ല, മന്ത്രി പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പുറപ്പെട്ടതാണ്, തെറ്റ് ക്ഷമിക്കണം എന്നൊന്ന് കാലിൽ വീണു. രാജാവ് ചോദിച്ചു, എന്തായേ? അല്ല, മന്ത്രി പറഞ്ഞു രാവിലെ ക്ഷൗരം ചെയ്യുമ്പോ രാജാവിന്റെ കഴുത്തിലാഞ്ഞൊന്ന് കീറിവിടാൻ. രാജാവിനെ കൊല്ലാൻ എന്തോ ഒരു പരിപാടി ഇട്ടതാണ്, ഞാനായിട്ട് ചെയ്തതല്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് ഇവനെ പിടിച്ചു കെട്ടു എന്ന് പറഞ്ഞു. അയാൾ ക്രാന്തദർശിയാണ്, സാധാരണ കവിയല്ല. വരാൻ പോണ കാര്യം മുൻകൂട്ടി പറഞ്ഞതാണ്. നിയതി കൊണ്ട് ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ആവും. പിന്നെ സ്വർണം, ഭാര്യയ്ക്ക് നെക്കലസ് അല്ല പണ്ടം കൊണ്ട് പൊതിഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു കവിതാക്കഥ. ഒരുപാട് ഗൗരവമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പൊ ഇടയ്ക്ക് അതൊന്നും ഇരിക്കട്ടെ. കവിം പുരാണം അനുശാസിതാരം അണോരണീയാൻ തമനുസ്മരേദ്യ. അണോരണീയാംസം അനുസ്മരേദ്യ. 2 വിധത്തിൽ. അണോരണീയാംസം അനുസ്മരേദ്യ. അങ്ങനെയോ? അപ്പം അണുവിനേക്കാളും അണുവായിട്ടുള്ള ഭഗവാൻ, ആ കവിം, കവി എന്ന് വെച്ചാൽ ക്രാന്തദർശ്യം, എല്ലാവരുടെ ഉള്ളിലും ഇരുന്നു കൊണ്ട് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാന് കവി എന്ന് പേര്. ഭഗവാൻ കവിത എഴുതുന്നത് കൊണ്ട് കവിതയല്ല, കവിയല്ല. അചിന്ത്യ രചനാവൈഭവത്തോടുകൂടിയ ഈ വിശ്വം മുഴുവൻ ഈശ്വരന്റെ കവിതയാണെന്ന് പറയാം നമുക്ക്. പക്ഷെ ഇവിടെ കവി എന്ന് ഭഗവാനെ പറയാൻ കാരണം എല്ലാവരുടെ ഉള്ളിലും അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ.
എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ഉണർവ്, സർവജ്ഞൻ, എല്ലാത്തിനെയും അറിയുന്നവൻ, സൂക്ഷ്മദൃക്. ആ സൂക്ഷ്മദൃക്കായി എല്ലാത്തിനും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന അകക്കണ്ണായിട്ടിരിക്കുന്നത് കൊണ്ട് കവിം. പുരാണം എന്നുവെച്ചാൽ പുരാതനം, അധുനാഭിനവം, എപ്പോഴും ഉള്ളത്, അനാദികാലമായി ഉള്ള പഴകാത്ത വസ്തു, പൂർണ്ണവസ്തു. പൂർണ്ണം എന്നുള്ളത് കൊണ്ട് പുരാതനം, പുരാണം, പൂരണം, പുരാണം. കവിം പുരാണം, കവിയാണ്. നമ്മളുടെ ഉള്ളിലുള്ള സാക്ഷി കവിയാണ്, പുരാണ വസ്തുവാണ്. എന്ന് വെച്ചാൽ ഈ ശരീരം ഈ ജന്മത്തിലെ അതിന്റെ കൂടെ കൂടിയിട്ടുള്ളൂ. ഈ ശരീര മനസ്സോടുകൂടിയുള്ള ഉപാധി ആ ചൈതന്യത്തിന്റെ കൂടെ ഈ ജന്മത്തിലേ കൂടിയിട്ടുള്ളൂ. പക്ഷെ ആ ചൈതന്യമോ എത്രയോ ശരീരങ്ങളെ കണ്ടിരിക്കണു. പുരാതനമാണത് എന്ന് പറയണു. നമ്മളുടെ ശരീരത്തിൽ ഒരു സെല്ലെടുത്തിട്ട് നോക്കിയാൽ ഹ്യൂമൻ ഹിസ്റ്ററി മുഴുവൻ തുറന്നെടുക്കാമെന്നാണ്. അതിനുള്ള മെക്കാനിസം നമ്മളുടെ കയ്യിലില്ല. പക്ഷെ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ആദിപ്പിറപ്പ് മുതലുള്ള കഥകളൊക്കെ എഴുതി തുടങ്ങേണ്ടി വരും. അതൊക്കെ ആരാ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണത്? യോനിഹി, സോഴ്സ്, ശാസ്ത്രയോനിഹി. എല്ലാ ശാസ്ത്രങ്ങളുടെയും സോഴ്സാണത്. എല്ലാ ശാസ്ത്രവും ആ സോഴ്സിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. എല്ലാ കവിതകളും അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, സംസ്കൃതം, എന്തൊക്കെ പറഞ്ഞോളൂ, ആസ്ട്രോണോമി, എന്തൊക്കെ പറഞ്ഞോളൂ, എല്ലാം അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. എല്ലാം അവിടെ ഉണ്ട്. യസ് സർവജ്ഞ, യസ് സർവവിത്. സോ കവിം പുരാണം അനുശാസിതാരം, എല്ലാരെയും അനുശാസനം ചെയ്യുന്നവൻ എന്നുവെച്ചാൽ ഉള്ളിലിരുന്ന് നിയന്ത്രണം ചെയ്യുന്നവൻ. ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂന്ന് ഓരോരുത്തരെയും നിയന്ത്രിച്ച് പറയുന്നവൻ. എല്ലാവരുടെ ഉള്ളിലിരുന്നുകൊണ്ട്. നമ്മളൊക്കെ കളിപ്പാട്ടങ്ങളാണ്. അദ്ദേഹം ആടിപ്പിക്കുന്ന രീതിയിൽ ഈ പാവക്കൂത്തിൽ ആടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ കൈ പൊക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പൊക്കും, ഇങ്ങനെ പൊക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പൊക്കും, നടക്കാൻ പറഞ്ഞാൽ നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും, ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങും. ഒന്നും നമുക്ക് ചെയ്യാൻ വയ്യ. ഈശസ്യഹി വശേ ലോകഃ യോഷാ ദാരുമയീ യഥാ. സ്വാതന്ത്ര്യം ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നു. എത്ര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ അതും അടക്കം ഡെസ്റ്റിനിയാണ്, അതിനകത്താണ്. അതടക്കം അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിലാണ്. അനുശാസിതാരം, അനുശാസനം, അവന്റെ അനുശാസനത്തിലാണല്ലോ പ്രപഞ്ചം നടക്കുന്നത്. വേദാനുശാസനം, വേദം അവന്റെ അനുശാസനമാണ്, ശാസ്ത്രം അവന്റെ അനുശാസനമാണ്. ഉള്ളിലിരുന്ന് അനുശാസനം ചെയ്യുന്നത് അവനാണ്. ഇങ്ങനെ നടക്കൂ, അങ്ങനെ നടക്കൂ. അങ്ങനെ നടന്നിട്ടില്ലെങ്കിലോ നല്ല അടി കിട്ടും. അവന്റെ അടിയാണ് ദുഃഖം, അവൻ ആലിംഗനം ചെയ്യുന്നതാണ് സുഖം, അവന്റെ മടിയിൽ കിടത്തുന്നതാണ് ഉറക്കം. അവൻ തന്നെയാണ് അവൾ, അവൾ തന്നെയാണ് അവൻ. അച്ഛനും അവനാണ്, അമ്മയും അവനാണ്. അവൻ കവിയാണ്, പുരാതന വസ്തുവാണ്, അനുശാസിതാവാണ്, എല്ലാരെയും അനുശാസനം ചെയ്യുന്നവനാണ്. കൂടെ ഇരുന്ന് ശാസനം ചെയ്യുന്നു എന്നാണ്. കൂടെ ഇരുന്ന് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അതാണ് നമ്മൾ കോൺഷ്യൻസ്. എനിക്ക് പറ്റണില്ല, ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അവൻ പറഞ്ഞാൽ കേൾക്കാതെ നമ്മൾ ചിലപ്പോൾ ചെയ്യും. അവൻ പറയാത്ത കുറവൊന്നുമില്ല. ഉള്ളിലിരുന്ന് അനുശാസിത, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയണു. ഇങ്ങനെയും ചെയ്തു നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് ഉരുണ്ട് പെരണ്ട് വീഴും. വീണ്ടും കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഗുരുവായൂരപ്പൻ പറയണേ ഞാൻ പറഞ്ഞു തന്നുവല്ലോ, നീ കേട്ടില്ല, നീ തോന്നിയ പോലെ ചെയ്തു, തോന്നിയ പോലെ പ്രവർത്തിച്ചു, എന്നിട്ട് ഉരുണ്ട് വീണു. എഴുന്നേക്ക്, ഞാനിപ്പോഴും കൂടെ ഉണ്ടെന്നാണ്. അനുശാസിതാരം, അവനെ കാണാൻ വയ്യല്ലോ, അണോഹം അണീയാണ്.
നീ ആറ്റം വരെ കണ്ടോളൂ, ആറ്റത്തിന്റെ ഉള്ളിലൊക്കെ കണ്ടോളൂ. അതിനേക്കാളും സൂക്ഷ്മം. അതെങ്ങനെ അതിനേക്കാളും സൂക്ഷ്മാവും? ഏറ്റവും സൂക്ഷ്മതമമായ വസ്തു നീ കാണണ്ടോ? നിന്റെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് മൈക്രോസ്കോപ്പാണ് ഏറ്റവും പവർഫുൾ മൈക്രോസ്കോപ്പ്? എന്നെ ചൊല്ലുവാ അതുക്ക് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് എന്തോ വെച്ചോളൂ. സൂപ്പർ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കപ്പെടുന്ന ഒരു വസ്തുവിലും നോക്കണ ആള് അതിനേക്കാളും സൂക്ഷ്മമായതുകൊണ്ടാണല്ലോ കാണപ്പെടുന്നത്, അല്ലേ? നോക്കണ ആള് അതിനേക്കാളും സൂക്ഷ്മമായതുകൊണ്ടാണല്ലോ കാണപ്പെടുന്നത്. അതുകൊണ്ട് അണോഹോ അണീയാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോഹോ നിഹിതോ ഗുഹായാം. അണോഹോ അണീയാംസം. അണുവിനേക്കാളും അണീയാംസനായിട്ടുള്ളവൻ, സൂക്ഷ്മതമനായിട്ടുള്ളവൻ, തം അവനെ അനുസ്മരേതയഃ. അവനെ അനുസ്മരേതെന്ന് വെച്ചാൽ അവനെ സ്വസ്വരൂപമായ ആത്മാവായി അറിഞ്ഞ് സദാ ധ്യാനിച്ചുകൊണ്ട് ആരിയ്ക്കണോ. അതോടായില്ല. സർവസ്യ ധാതാരം. ധാത എന്ന് വെച്ചാൽ എല്ലാവർക്കും സപ്പോർട്ടായിട്ടുള്ളവൻ. സർവസ്യ ധാതാരം, രക്ഷകൻ, പോഷകൻ. ചിന്തകൾക്ക് അവനെ സ്പർശിക്കാൻ കഴിയില്ല. അചിന്ത്യരൂപം. ചിന്തകളൊക്കെ അതിൽ ഫോർമേഷനാണ്, ഉണ്ടായി നിന്ന് അടങ്ങുന്നു. പക്ഷെ ചിന്തകൾ അതിനെ സ്പർശിക്കാതെ ഇരിക്കുന്നു. അത് സദാ അസ്പർശം, അസ്പൃഷ്ട വസ്തുവായിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് അചിന്ത്യരൂപം. അങ്ങനെയാണെങ്കിൽ അതിപ്പോ കാണാൻ വയ്യല്ലോ. ആദിത്യവർണം എന്നാണ്, സൂര്യനെ പോലെ ജ്വലിക്കണമെന്നാണ്. ആദിത്യവർണം, സൂര്യനെ പോലെ ജ്വലിക്കുകയാണ്. നാല് രാത്രി സൂര്യനല്ലോ. തമസപരസ്താത്. ഒരു ഇരുട്ടിനും ഈ സൂര്യന്റെ അടുത്ത് വരാൻ വയ്യ. ഇത് ഇരുട്ടും വെളിച്ചവുമുള്ള വെളിച്ചമല്ല, ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണല്ലോ. ഇവിടെ അന്ധകാരമും പ്രകാശമും രണ്ടില്ല, അന്ധകാരത്തിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. ഇരുട്ടിനെ എങ്ങനെ അറിഞ്ഞു? ഇരുട്ടിനെ അറിയാൻ ഒരു വെളിച്ചം വേണമല്ലോ, അല്ലേ? നല്ല ഇരുട്ട് റൂം. ആര് കണ്ടു? ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? ഇരുട്ട് ഒരു പദാർത്ഥാണെന്നാണ്. തമസ് ഒരു പദാർത്ഥാണോ അല്ലയോ? താർക്കികന്മാരുടെ ഒക്കെ വിഷയമാണത്. നൈയായികന്മാർക്ക് തമസ് ഒരു പദാർത്ഥാണോ? ആ ഇരുട്ടിനെ ആരറിയണം? ഇരുട്ടെന്ന് പറയണത് എന്താ? പ്രകാശ അഭാവമാത്രം തമഹ എന്നാണ് വ്യാഖ്യാനം. പ്രകാശത്തിന്റെ ഇല്ലായ്മയാണ് തമസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തമസല്ലേ എപ്പോഴും ഉള്ളത്, പ്രകാശമല്ലേ വന്നിട്ട് പോണത്. ശരി, ആ തമസിനെ ആരറിയണു? തമസ് എവിടെയാണ് അറിയപ്പെടുന്നത്? തമസ് എവിടെയാണ് പ്രകാശിക്കുന്നത്? ആദിത്യവർണം തമസഃ പരസ്താത്. പുരുഷം അനുസ്മരേത് സഹ ദിവ്യം തം പരം ഉപൈതി. അങ്ങനെ ഇത്രയും വിശേഷണങ്ങളുള്ള ഭഗവാൻ, ഈ വിശേഷണങ്ങൾ എടുത്ത് ധ്യാനിക്കണം. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യാം സർവസ്യ ധാതാരമചിന്ത്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ. എങ്ങനെ ധ്യാനിക്കണം? പ്രയാണകാലേ, ഇവിടുന്ന് പുറപ്പെടുമ്പോ
മനസ്സാ അചലേന ജീവിതം മുഴുവൻ അഭ്യസിച്ച് അതിന്റെ അഭ്യാസത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടായി അചലമായ മനസ്സോടുകൂടെ ധ്യാനിക്കാൻ പഠിച്ചു. അതോടുകൂടെ ഭക്തിയായുക്തോ ആ ഭക്തി പ്രബലമായിട്ട് തീർന്നു. ഭാവബന്ധം പ്രബലമായിട്ട് തീർന്നു. ഭാവം ലോകത്തിലേക്ക് ഒന്നും പോണില്ല. യോഗബലേന ചെയ്വ, യോഗബലം എന്ന് വെച്ചാൽ പ്രാണൻ മുഴുവൻ കൺസർവ്ഡായി. ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക്, പ്രാണൻ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി എന്ന ചക്രങ്ങളൊക്കെ കടന്ന് ആജ്ഞാചക്രത്തിൽ വന്നു നിന്നു. അവിടെ നിന്നാണ് യാത്ര. എന്നുവെച്ചാൽ ദിസ് ഈസ് ദ പ്ലേസ് വേർ യു ട്രാൻസെൻഡ് മൈൻഡ്. ബ്രേക്ക് ത്രൂ ആണ് അവിടെ. അവിടെ മനസ്സിനെ വിരിച്ചുകൊണ്ട് ഭിത്വാ കുലപഥം, സൗന്ദര്യലഹരിയിലെ വാക്കാണ് ഭിത്വാ കുലപഥം. ആ തിരിച്ചു വരാനുള്ള ആ റോഡ് തന്നെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി എന്നാണ്. തിരിച്ചു വരാനുള്ള കോണി തന്നെ തല്ലിപ്പൊളിച്ചിട്ട് പോയി. അവിടുന്ന് അങ്ങടേക്ക് പോകുമ്പോ ഭിത്വാ കുലപഥം, വിശുദ്ധി ചക്രവും കടന്നു. മനോപി ഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ ചക്രേ സഹസ്രാരേ പത്മേ വിഹരസി പത്യാ വിഹരസേ. സഹസ്രാരം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനുള്ള നാഡികളിലൂടെ ആനന്ദമാണെന്നാണ്. അതൊക്കെ നമുക്ക് പിന്നെ നാളെ കാണാം. ഒരു സസ്പെൻസ് വേണ്ട നാളേക്ക്. നമുക്ക് ഏറ്റവും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ മാർഗ്ഗേ, ഗൂഢമായ ഗുഹ്യമായ യോഗികൾ സഞ്ചാരം ചെയ്യുന്ന ഈ പാത്ത്. ആകാശത്തിൽ പരുന്ത് പറക്കുമ്പോ പരുന്തിന്റെ നിഴല് ഭൂമിയിൽ കാണും. അതുപോലെ ആത്മാനുഭവത്തിലിരിക്കുന്ന യോഗിയുടെ അനുഭവത്തിന്റെ നിഴലാണ് ഈ ചക്രങ്ങളിലൊക്കെ ഉള്ള സഞ്ചാരം. അതൊന്നും യോഗിക്കറിയില്ല. ബാക്കിയുള്ളവർക്കാണ് അതിലൊക്കെ വൈശിഷ്ട്യം. ആ ചക്രങ്ങളിലൂടെ ഉള്ള സഞ്ചാരം ഇതൊക്കെ നിങ്ങള് നാളെ എക്സൈറ്റ്മെന്റോടുകൂടെ ഭക്തിയോടുകൂടെ ആനന്ദത്തോടുകൂടെ കേട്ടുകൊള്ളുക. പക്ഷെ ഒരു ചക്രത്തിൽ നിന്ന് ഇനിയൊരു ചക്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത് ധർമ്മചരണം കൊണ്ട്, അധ്യാത്മ സാധന കൊണ്ട്, അനുഷ്ഠാനം കൊണ്ട്, ശാന്തി കൊണ്ട്, വിനയം കൊണ്ട്, ദൈവീ സമ്പത്ത് കൊണ്ട്, ഭഗവത് കൃപ കൊണ്ട് സഞ്ചാരം ചെയ്യേണ്ടതാണ്. ആരെങ്കിലും ഒരാള് നിങ്ങൾ ഇത്ര രൂപ തരൂ, നിങ്ങളെ ചക്രത്തിൽ നിന്ന് ചക്രത്തിലേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചക്രം ഉണ്ടാക്കാനുള്ള വഴിയാണെന്ന് അറിഞ്ഞോളണം. അല്ലാതെ നിങ്ങൾ ചക്രത്തിൽ നിന്ന് ചക്രത്തിലേക്കൊന്നും പോവില്ല. അയാൾക്ക് ധാരാളം ചക്രം കിട്ടാനും നിങ്ങളെ ചക്രത്തിൽ കയറ്റി ചുഴറ്റാനുമുള്ള പണിയാണ്. അതുകൊണ്ട് ഇതിലേക്കൊന്നും നിന്നു കൊടുക്കരുത്. ഒരേ മാർഗമേ ഉള്ളൂ. അത് വളരെ സ്ലോ പ്രോസസ്സാണ്. ആ സ്ലോ പ്രോസസ് മതി നമുക്ക്. ധർമ്മമാണ് വഴി, സഹജം, പതുക്കെ ഗ്ലൈഡ് ചെയ്ത് ഉള്ളിലൂടെ പോകുന്ന വഴിയാണ്. നമ്മൾക്ക് അറിയില്ല നമ്മൾ എവിടെ ഇരിക്കണം, ഓരോരുത്തരും എവിടെ ഇരിക്കണം എന്നുള്ളത് യോഗികൾക്ക്, മഹാത്മാക്കളെ അറിയുള്ളൂ. നമുക്കറിയില്ല. നമ്മൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് കണ്ടിട്ട് ഇവിടെയാണ് അവിടെയാണെന്നൊക്കെ വിചാരിക്കുമെന്നല്ലാതെ നമുക്കൊന്നും അറിയില്ല. മഹാപുരുഷന്മാർക്കേ അറിയുള്ളൂ നമ്മൾ എവിടെ ഇരിക്കണു, ഏത് മണ്ഡലത്തിലിരിക്കണു എന്നുള്ളതൊക്കെ. നമുക്ക് അഭിമാനം കൊണ്ട് ഞാൻ സഹസ്രാരത്തിൽ പോയി എന്നൊക്കെ നമ്മൾ പറയാമെന്നല്ലാതെ അതൊക്കെ ബ്ലഫാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ. കാരണം ഈ വിശുദ്ധി ചക്രത്തിനപ്പുറം തന്നെ വ്യവഹാരമൊക്കെ ഏകദേശം നിന്നുപോകും. വ്യവഹരിക്കാൻ പറ്റില്ല. അപ്പോ അവ്യവഹാര്യമായ പഥമാണ്. എന്നുവെച്ചാൽ അവിടുന്ന് അങ്ങടേക്ക് അലൗകികമായ പഥമാണ്. ഹൃദയസ്ഥാനത്തിൽ തന്നെ ശാസ്ത്രജ്ഞാനമൊക്കെ ഉണ്ടായി പോകും. അവിടുന്ന് അങ്ങടേക്ക് അവ്യവഹാര്യമായ പഥമാണ്. അതുകൊണ്ട് അതൊന്നും ലോകത്തിൽ കച്ചവടച്ചരക്കാക്കാനോ ബിസിനസ് ആക്കാനോ ഒന്നും പറ്റില്ല. എങ്കിലും ഒരു ആനന്ദത്തിന് വേണ്ടി നമുക്കതൊക്കെ അറിയാം. എന്നുവെച്ചാൽ എത്രയോ കാലമായി മഹായോഗികൾ നടന്നുപോയ ഒരു ഗൂഢമായ പടിക്കെട്ടുകളാണ് ഇതൊക്കെ. പടികൾ 6 കടന്നാൽ ശിവനെ കാണാം എന്ന് പറഞ്ഞ് പാടിയില്ലേ? ആ സൂക്ഷ്മമായ പഥം, ആ പഥത്തിനെ നമ്മള് നാളെ കാണാം.
സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.